ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം അരോമ ടിവിയിൽ കൂടി ഒരു സാക്ഷ്യത്തിനായി തന്ന ആദ്യമായി ഡാനിയൽ സാറിനോട് എൻ്റെ സ്നേഹവന്ദനം. പിന്നെ ഇതിന് അവസരമൊരുക്കിയ രാജൻ ചൊമ്മൽ വല്ലപ്പള്ളി പാസ്റ്ററാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നത്. നാളുകളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. സമയമായപ്പോൾ ദൈവം അതിനുവേണ്ടി ദാസനെ ഒരുക്കി. അതിന് ആദ്യമായി ദൈവത്തോട് യേശപ്പച്ചനോട് നന്ദി പറയുന്നു. രണ്ടാമത് ഡാനിയൽ സാറിനോട് നന്ദി പറയുന്നു. പിന്നെ മൂന്നാമത് ഒരുക്കി തന്ന രാജൻ ചൊമ്മൽ ദേവദാസന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തോടാണ് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത്. പിന്നെ എൻ്റെ പേര് ശാന്ത പരമേശ്വരൻ. ഇപ്പോൾ രാജാക്കാടാണ് താമസിക്കുന്നത്. എനിക്ക് ഒരു മകളുണ്ട്. ഒരു മകളും മകളുടെ ഭർത്താവും കൊച്ചുമകളും അവളുടെ ഭർത്താവും ഒരു 5 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേരാ ഉള്ളത്. ബാല്യത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടിയിലും വിഷമത്തിലും കുടുംബത്തിൽ ഞങ്ങളുടെ 5 മക്കള് അല്ല 8 മക്കളുണ്ട്. എൻ്റെ അപ്പനും അമ്മയ്ക്കും ചെത്തുതൊഴിലാളിയായിരുന്നു അച്ഛൻ. അച്ഛന് 6 പെൺപിള്ളേരും 3 ആണുമായിരുന്നു. മാതാപിതാക്കള് ഞങ്ങള് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവര് ചെത്തുതൊഴിലാളിയായിരുന്നു. ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾ വന്നതാണ്. ജീവിച്ചോണ്ടിരുന്ന അങ്ങനെ 17 വയസ്സ് കല്യാണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ സഹോദരങ്ങളിൽ നിന്നൊക്കെ വളരെ അച്ഛനമ്മമാരിൽ നിന്നൊരു സ്നേഹം എല്ലാവർക്കും കൊടുക്കുന്ന പോലെ എനിക്ക് മാതാപിതാക്കളെ തന്നില്ല. എന്താന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് പോലെയുള്ള സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സുകളൊന്നും എനിക്ക് അങ്ങനെ അച്ഛനങ്ങനെ വാങ്ങിച്ചു തരാറില്ല. അച്ഛൻ എന്നോട് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പലപ്പോഴും കരയുമൊക്കെ ചെയ്യും. അനിയത്തി കുറ്റം ചെയ്താൽ എനിക്കിട്ട് അടിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി. അപ്പോഴും വേദന ജനിച്ച നാൾ മുതലേ ഒരു വേദനയിലായിരുന്നു ജീവിച്ചത്. എന്നാലൊന്നും സാരമില്ലാതെ ഞങ്ങളങ്ങനെ വളർന്നു. 3 ആണുങ്ങളായിരുന്നു. 6 സഹോദരിമാരും. ഞാൻ 6ാമത്തെ മകളാ. അങ്ങനെ ജീവിച്ചു വരുന്ന സമയത്താണ് വിദ്യാഭ്യാസം 8ാം ക്ലാസ് വരെ പഠിച്ചു. 8ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും കല്യാണം കഴിച്ചു വിടുമ്പോൾ ഓരോരുത്തരെയും പിടിച്ചു നിർത്തും വീട്ടില്. അങ്ങനെ കല്യാണം കഴിച്ചു. വീട്ടിൽ ഒത്തിരി വിഷമിച്ച ഇരുന്ന അവസരം ഒരുപാട് അച്ഛനിൽ നിന്നൊക്കെ ഒത്തിരി ശാസനകളും ദേഹോപദ്രവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും എനിക്ക് മാത്രമല്ല ഇങ്ങനെ മറ്റുള്ളവരൊന്നും കാണിക്കുന്നില്ല. എന്നോട് അച്ഛൻ്റെ അടുത്തോട് നേരെ ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും ഇങ്ങനെ അച്ഛൻ എന്നോട് വഴക്ക് പറയും. അങ്ങനെ കരയുന്ന ഒരവസരമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണപ്രായമായപ്പോൾ കല്യാണം കഴിച്ചു വിട്ട് എല്ലാവർക്കും കൊടുത്തതുപോലെ സ്വത്തോ കാര്യങ്ങളൊന്നും എനിക്ക് തന്നില്ല. തന്നില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ അങ്ങനെ ദൈവത്തെ ഒന്നും അറിഞ്ഞ് ജീവിക്കാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷെ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് അതിൻ്റെ വലിയ സന്തോഷങ്ങൾ എനിക്കുണ്ടായി. അപ്പൊ അതിനായിരുന്നു സ്തോത്രം ഇങ്ങനെയൊക്കെ ഒരു ശോധനയിൽ കൂടി കടന്നു പോകുന്നതെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 17 വയസ്സിൽ തന്നെ കൂത്താട്ടോളം എന്ന ദേശത്ത് വിവാഹം കഴിച്ചു. അവിടെ ചെന്നു ഞാൻ പ്രതീക്ഷിച്ച രീതിയിലൊന്നും എൻ്റെ വിവാഹ ഭവനത്തിനകത്ത് കഴിഞ്ഞു പോയിടത്തൊന്നും എനിക്ക് സന്തോഷകരമായിരുന്നില്ല. എന്നാലും ഞങ്ങൾ അവിടെ ജീവിച്ചു കഴിയുമ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടായി. അതിന് രോഗിയായി. ക്യാൻസർ മുഖാന്തരം അത് 11 മാസം കൊണ്ട് 12 ഹോസ്പിറ്റലിൽ കയറി. അങ്ങനെ കുഞ്ഞും മരിച്ചു കഴിഞ്ഞപ്പോൾ നിരാശയോടെ ഇരുന്നു. നിരാശയല്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പിള്ളേരൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്ത് കുഞ്ഞ് ഈ 6 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ് ഇപ്പൊ സൗമ്യ. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവുമായിട്ട് ഞങ്ങള് രാജാക്കാടിന് 82 ഞങ്ങള് ഓണക്കൂർ എന്ന ദേശത്താണ് ഞങ്ങൾ പോയി താമസിച്ചു. അവിടുന്ന് സ്ഥലം വിറ്റു. ഭർത്താവ് ജോലിയൊന്നും ചെയ്യുന്നില്ല. ഒരു പണിക്കൊന്നും പോകില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് അന്നേരമൊക്കെ ഞങ്ങൾ വളരെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒക്കെ കഴിഞ്ഞ അവസ്ഥകളുണ്ട്.
എന്നാ സഹോദരൻ, എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ നല്ല സമൃദ്ധിയായി അവർ ജീവിക്കുന്ന സമയത്തൊക്കെ ഞാനിവിടെ ഇരുന്ന് എൻ്റെ വീട്ടിൽ ചെന്നൊന്നും ഞാൻ പറയാറില്ല. ഇവിടെ വീട്ടിലൊന്നുമില്ലെന്നും ചേട്ടന്റെ കുറ്റമൊന്നും കെട്ടിയതിന്റെ കുറ്റമൊന്നും ഞാൻ ചെന്ന് പറയില്ല. എന്നാന്ന് സ്വത്ര അല്ലെങ്കിൽ ഒരു ഭർത്താക്കന്മാർക്ക് മാന്യത കിട്ടണമെങ്കിൽ ഭാര്യമാർ അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നാൽ അവർക്ക് മാന്യത കിട്ടില്ലെന്ന് എനിക്കറിയാം. അത് അപ്പൊ ഭാര്യമാരാണ് ഭർത്താക്കന്മാർക്ക് മാന്യത കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല. ഒന്നും ഇല്ലെങ്കിലും പട്ടിണിയായിട്ട് ചെന്നാലും ഒന്നും പറയാറില്ല. ആർക്കും അറിയത്തില്ല. അങ്ങനെ കഴിഞ്ഞ ഒരു അവസരമൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ ഹൈറേഞ്ചിലേക്ക് യാത്രയായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ വന്നപ്പോ കൂലിപ്പണിക്കൊന്നും പോയിട്ടില്ലാത്ത ഞാനായിരുന്നു. എനിക്ക് പിന്നെ പണിക്കൊക്കെ പോകാന് ഉം ബുദ്ധിമുട്ടാണ്. അറിയത്തില്ല. ഇവിടെ ഏലത്തിന്റെ പണികളാണ്. അറിയത്തില്ല. അങ്ങനെയായിപ്പോ ഒരു ചെറിയ ചായക്കട ഇവിടെ ഉണ്ടായി. അതും കൂടി ജീവിച്ചോണ്ടിരുന്നപ്പോ വാടകയായിരുന്നു അവർ ഒഴിവാക്കി കഴിഞ്ഞപ്പോ ഒന്നുമില്ലാത്ത അവസ്ഥ ഞാൻ ഈ കുഞ്ഞും എന്റെ ഭർത്താവും കൂടെ എന്റെ ഭവനത്തിൽ ഇരുന്ന് കരയുന്ന ഒരു അവസരമൊക്കെ വന്നു. അപ്പോൾ വേറൊരാള് ഒരു രാഷ്ട്രീയക്കാരൻ വന്നു ചോദിച്ചു, ജോലിക്ക് പോകാൻ അറിയാവോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു എനിക്ക് അറിയത്തില്ല, ഏലത്തിന് പണി അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി കൂലിപ്പണിക്ക് ഇറങ്ങി. ഈ കൊച്ചിന് 1.5 വയസ്സുള്ളപ്പോ കൂലിപ്പണിക്ക് ഇറങ്ങി. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെയൊക്കെ കഴിഞ്ഞ സമയത്തുണ്ട്. പിന്നെ സഹോദരിമാരിൽ നിന്നൊക്കെ നന്മകൾ എനിക്ക് ലഭിച്ചു. അവരെ വിവാഹമൊക്കെ കഴിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് വേണ്ടി സഹായിക്കും, എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരികയും ഒക്കെ അങ്ങനെ ചെയ്തു. അങ്ങനെ വീട്ടുകാരും കുറച്ചൊക്കെ ചെയ്യാൻ തുടങ്ങി. വീട്ടുകാർ നല്ല സാമ്പത്തികമായിട്ട് ഇരിക്കുന്ന വീടാ, ചെറിയ വീടൊന്നുമല്ല. അങ്ങനെയായി അവരൊക്കെ തന്നു. അവന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ആങ്ങളമാര് 3 പേര് മരിച്ചുപോയി. അപ്പൊ ഞാൻ ആ വീടിന് വേണ്ടി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരവസരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്റെ സഹോദരന്മാരെല്ലാം ചെറുപ്പത്തിലെ മരിച്ചുള്ള അച്ഛനും അമ്മയൊന്നും വലിയ ആൾക്കാരായിരുന്നല്ലോ, മറ്റുള്ളവർ സ്നേഹിക്കുന്നതാണ്. അപ്പൊ എന്നോട് ദൈവാത്മാവ് വെളിപ്പാട് എനിക്ക് തന്നു. അവർ നശിച്ചു പോകാനുള്ള കാരണം എന്നാണെന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തി തന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ എന്റെ വീട്ടില് ഈ കോഴിവെട്ട് നടത്തുന്നുണ്ടായിരുന്നു. കോഴിനെട്ടും ഇതെല്ലാം ചെയ്തു. ഇത് കാണിച്ചു തന്നപ്പോ പറഞ്ഞു, ഇത് മുഖാന്തരമാണ് തലമുറ നഷ്ടപ്പെട്ടത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ ഇടയാക്കി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, സഹോദരിമാരുടെ നാത്തൂനോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ആങ്ങളമാരെല്ലാം മരിച്ചു പോയത് ആത്മഹത്യയായിരുന്നു 2 പേര്. ഒരാള് രോഗി വന്നു. എന്നാൽ രോഗിയായിരുന്ന സമയത്തും എന്നെ അടുത്ത് അന്ന് ഇളയ ആങ്ങള മരിക്കുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടായിരുന്നു. എന്നാലും ഞാൻ അവരുടെ അടുത്തേക്കൊന്നും അങ്ങനെ പോകത്തില്ലായിരുന്നു. അവർക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. വേറെ ഇഷ്ടക്കുറവൊന്നുമില്ല. അവർക്ക് ആഭരണമില്ല. അവരോടൊപ്പം നല്ല ക്വാളിറ്റിയിലൊക്കെ നടക്കാൻ ഞാൻ അങ്ങനെയൊന്നും എന്റെ ആഭരണം എന്റെ കർത്താവിന് വചനം കേട്ടപ്പോൾ തന്നെ എന്റെ ആഭരണമൊക്കെ ഊരിക്കളഞ്ഞതാ. അത് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. ഓരോ വചനം കേൾക്കുമ്പോഴും 15 ദിവസം വചനം കേട്ടോളൂ ഒരു ഉപവാസ പ്രാർത്ഥന കടന്നു വന്നു. അന്ന് ഞാൻ അവിടുന്ന് ഊരിക്കളഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ല. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു കൊടുത്തു വേണ്ടി സമയത്ത് ആങ്ങളെ മരിച്ചു. ആങ്ങളെ മരിക്കുന്ന സമയത്ത് ഞാൻ സുഖേടായി ഇരുന്ന സമയത്ത് ഞാൻ ചെന്നേച്ചു പറഞ്ഞു, ആങ്ങളയോട് പറഞ്ഞു, നീ യേശുപ്പൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞു. എന്ന് പ്രാർത്ഥിച്ചു. ശ്വാസം മുട്ടലൊക്കെ സൗഖ്യമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം എന്നോട് ദൈവം പറഞ്ഞു, എന്റെ സഹോദരന്റെ അടുത്ത് ഒന്നോടെ ചെല്ലാൻ പറഞ്ഞു. ഒന്നോടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഗോപി എന്ന പേര്. അങ്ങനെ ഗോപിയോട് പറഞ്ഞു, എടാ, നിന്നോട് കർത്താവിന് അടുക്കലേക്ക് ചെല്ലാനാ, കർത്താവിനെ വിശ്വസിക്കാനാ യേശുവിനെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് വിശ്വസിക്കുന്ന നീ യേശുവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ നിന്റെ രോഗം സൗഖ്യമാകും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇവൻ പറഞ്ഞപ്പോ എന്റെ ആങ്ങള് പറഞ്ഞു, ഇനി പെന്തക്കോസ്തിൽ പോയിട്ട് എനിക്കിനി സൗഖ്യമൊന്നും വേണ്ട. സൗഖ്യമായിട്ട് അവിടെ ഒരു ഉപദേശിക്ക് ക്യാൻസർ വന്ന് മരിച്ചു, ഇവിടെ ഒരു ഉപദേശി ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെ എല്ലാവരും മരിക്കും. ആ ഉപദേശി മരിക്കും, നീയും മരിക്കും, ഞാനും മരിക്കും. പക്ഷെ നിന്റെ പെങ്ങൾ ഉപദേശി പറയുന്ന കേക്കടാ എന്ന് പറഞ്ഞപ്പോ അവനത് കേട്ടില്ല. 15 എന്റെ ആങ്ങള മരിക്കപ്പെടുവാനിടയാക്കി. കിഡ്നി രോഗം മരിക്കപ്പെടുവാനിടയാക്കി. അന്ന് തുടങ്ങി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്റെ കുടുംബം എല്ലാം നശിച്ചു ഇങ്ങനെ പോകുന്നു, എന്താ കർത്താവ് എന്ന് പറഞ്ഞപ്പോ കർത്താവ് ഒരു ശക്തി ആ പേരയ്ക്കകത്തിരിക്കുന്ന എന്റെ ദൈവം കാണിച്ചു തന്നു. എന്റെ വീട്ടില് ആദ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഒരു ദിവസം ഇങ്ങനെ പിള്ളേരെല്ലാം ജോലിക്കും പോയി, നാത്തും ഗൾഫിനും
കൊച്ചിന്റെ അടുത്തേക്കും പോയി കഴിയുമ്പോൾ അവിടെ ആരുമില്ല. ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ ആരുമില്ല. കൊച്ചച്ഛന്റെ വീട്ടിൽ പോയി കിടന്നിട്ട് ഇങ്ങോട്ട് വരുവാ. വന്നു കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തോടെയൊക്കെ നോക്കി അപ്പനും അമ്മയൊക്കെ ദഹിപ്പിച്ചെടുത്തൊക്കെ ചെന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. രാജാക്കാട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ യേശപ്പച്ചനോട് ദൈവശബ്ദം കേൾക്കാൻ നീ വീട്ടിൽ പോയിട്ട് കയറി പ്രാർത്ഥിക്കാതെ പോകുന്ന എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പച്ചൻ ഞാൻ പൊക്കോളാം, വേഗം പൊക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരാനൊന്നുമില്ലായിരുന്നു. ആരും നമ്മുടെ അടുത്ത് വന്നപ്പോഴൊന്നും എനിക്ക് ആരും പറഞ്ഞു തരുവാണ് എന്നെ ചെയ്യുന്നത് എന്നെ ചെന്നൊന്നുമില്ല. എൻ്റെ യേശുപ്പച്ചൻ അന്ന് മുതൽ ഇന്ന് വരെ ഈ സമയം വരെ എൻ്റെ യേശുപ്പച്ചൻ എന്നോട് ഓരോന്നും എനിക്ക് പറഞ്ഞു തന്ന് എന്നെ നടത്തുക. അങ്ങനെ അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ആങ്ങളെ മരിച്ച അങ്ങനെ അവിടെ പെണ്ണിനെ കല്യാണം കഴിക്കാനുണ്ടായിരുന്നു. ആ കൊച്ചിനെ കല്യാണം കഴിക്കാൻ ഞാൻ 2 വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. അതിന് കൊച്ചിന്റെ കല്യാണം ഗൾഫിൽ നിന്ന് വന്ന ഒരു പൈസ ഇല്ലാതെ കല്യാണം കഴിച്ചു പോകാനിടയാ. കാരണം ഒരു അനിയത്തിയുടെ മോന് ജോലിയില്ലാതിരുന്നു. അവനും ഗൾഫിന് പോയി. എന്ത് ദൈവത്തോട് ചോദിച്ചാലും എൻ്റെ യേശു അപ്പച്ചൻ എനിക്ക് വേണ്ടി തരുന്നുണ്ട്. എൻ്റെ അപ്പനും അമ്മയും ഇത്രയോ ഉപദേശിച്ച് നടത്തിയിട്ടില്ല. ഇത്രയും ശബ്ദം കേട്ട് ദൈവ ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ അപ്പനും അമ്മ ആരും പോലും നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയില്ല. നമുക്ക് വേണ്ടുന്ന എല്ലാം നമുക്ക് ദേശം അതോത് സ്ഥലത്ത് ഒരുപാട് വീടുകള് ദേശങ്ങൾ എല്ലാം എന്നെ കാണിച്ചു തരും. അതിന് അവിടെ ഞാൻ ചൂടോടെ പോകും, എരിവോടെ പോകും. ഞാൻ ഇവിടുത്തെ ഈ ദേശത്തെ വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ജോലിയിലൊക്കെ കടന്നു കഴിഞ്ഞപ്പോൾ SNDP പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഞാൻ പോയി അതിനുവേണ്ടി പ്രവർത്തിച്ചു. വലിയ പ്രവർത്തനമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറെ നാളത്തേക്ക് ഞാൻ അമ്പലത്തിലും പോവുകയില്ലായിരുന്നു, ഇതിനും പോവുകയില്ല, ഈ ജോലിക്കും ഈ മീറ്റിങ്ങിനും പോകത്തില്ല. അപ്പൊ അവരൊക്കെ എന്നോട് വന്ന് വിളിച്ചു പറഞ്ഞു ചേച്ചി ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. സെക്രട്ടറിയും പ്രസിഡന്റും കൂടെ വന്നിച്ചു ഞാൻ വരത്തില്ല. ഞാൻ പറഞ്ഞു എന്നാ വരാത്തെന്ന് ചോദിച്ചു. പറഞ്ഞു വരത്തില്ലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ ഒരാളോടൊരു വാക്ക് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അന്നേരം ആരോടാ വാക്ക് പറഞ്ഞെന്ന് ചോദിച്ചു. അവര് സ്നാനപ്പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാ, എന്നെ പിടിച്ചോണ്ട് പോകാൻ വന്നതാ. ഞാൻ ഒരാളോട് വാക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ആരോടാന്ന് ചോദിച്ചു. അതെന്റെ യേശുവിനോടാന്ന് പറഞ്ഞു. അതെന്നെ സംശയിച്ച് അങ്ങനെ പോകാൻ കാരണം SNDP പ്രവർത്തിച്ചുകൊണ്ടിരുന്ന താലൂക്ക് മെമ്പറും വനിതാ സംഘം പ്രസിഡന്റും അല്ലായിരുന്നു. അങ്ങനെയൊക്കെ പെട്ടെന്ന് പോകാവോ? അതുകൊണ്ട് ഇവിടുത്തെ അടുത്ത മീറ്റിംഗ് തുടങ്ങുന്നു വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ വരാത്തെന്ന് ചോദിച്ചപ്പോ ഞാൻ ഒരാളോട് വാക്ക് പറഞ്ഞു പോയി. ഇനി എനിക്കത് മാറിപ്പോകാൻ പറ്റില്ല. അത് ആരോടാന്ന് ചോദിച്ചു. യേശുവിനോടാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു യേശു അപ്പച്ചനും ഗുരുദേവനും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ എളുപ്പമുണ്ട്, രണ്ടുപേരോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാവല്ലോ എന്നങ്ങനെ പറഞ്ഞ് അവരെന്നെ ദേഷ്യപ്പെട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് ആരാണോ കുറെ നാൾ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ എനിക്ക് വേണ്ടി ഭയങ്കര ഉപദ്രവങ്ങളും അതും ഇതെല്ലാം ചെയ്ത് എന്റെ പേരക്കെട്ട് കല്ല് വെച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഞാനും എന്റെ കുഞ്ഞുങ്ങളും പോയപ്പോ വേറൊരു വീട്ടിൽ ചെന്നപ്പോ ഞങ്ങളെ പരിക്കകത്തിട്ടിട്ട് അടിച്ചു. എന്റെ കൊച്ചിനെ അടിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയൊരു മേഖലയിൽ കൂടി ഞാൻ കടന്നുപോയി. ഇന്ന് എന്റെ യേശുവിന്റെ അപ്പന്റെ വാക്ക് കേട്ട് ഞാൻ പോകുന്ന അവസരമാണ്. യേശുപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതും എന്നെ കൂടി ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു ആഴ്ച പറഞ്ഞാലും തീരത്തില്ല. അതുപോലെയുള്ള കാര്യങ്ങൾ യേശുപ്പച്ചൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് മകള് കല്യാണം കഴിച്ചു. മകളുടെ ഭർത്താവ് പിന്നെ എതിരായി ഇതിന് വന്നപ്പോ ഇതിലേക്ക് വന്നു. മകളുടെ ഭർത്താവ് വളരെ വിരോധമായി ബൈബിളെല്ലാം എടുത്ത് കത്തിരിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ കിടന്ന് വെച്ച കഞ്ഞി കുടിക്കാൻ സാധിക്കുന്നില്ല. എന്റെ അവനെങ്കിലും എന്നെ ഇറക്കി വിടുക, എന്റെ ബാഗ് എടുത്തെറിയുക, അങ്ങനെ ഒരു സുവിശേഷ വേലയ്ക്കായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതും നല്ലതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് യേശുവിന്റെ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയായി കർത്താവ് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ വരുമ്പോൾ സൗകര്യമില്ല. എന്റെ വീടാ, ഞാൻ പണിത വീടാ, എനിക്കൊന്ന് കയറി ഇരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഇരുന്ന സമയത്തൊക്കെ ഭയങ്കര അടിയും ബഹളവും. എന്റെ മുൻവശം പല്ലൊക്കെ പോയി അതിന്റെ അടി മേടിച്ച ബൈബിളെല്ലാം വാരി കത്തിക്കും, സുവിശേഷ പതിപ്പുണ്ട് അതെല്ലാം വാരി കത്തിക്കും. എന്നിട്ട് വാളും വടിയൊക്കെ ആയിട്ട് കയറി വരും. പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കില്ല. രാത്രിയിലും പകലും വെളുപ്പിനൊക്കെ 4 മണിക്ക് എനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ ആരാധനയുണ്ടാകുന്ന പ്രാർത്ഥന ഒന്നും എല്ലാത്തിനും തടസ്സമായിരുന്നു. പക്ഷെ അവിടെയെല്ലാം എന്റെ യേശുപ്പനും വലിയവനായ ദൈവം വേണ്ടി അതിനൊക്കെ നിൽക്കാനുള്ള കൃപ എനിക്ക് യേശുപ്പനും നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ ഉപവാസ പ്രാർത്ഥന എല്ലാ ദിവസങ്ങളും എല്ലാ ആഴ്ചകളിലും വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അനേകർ കടന്നു വന്ന് പ്രാർത്ഥിക്കും, അനേകർക്ക് വിടുതൽ കിട്ടും. അങ്ങനെ നടന്ന ഒരു ശുശ്രൂഷയിലൊക്കെ
അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ഞാനിപ്പോ ഈ പോകുന്ന സഭയില് ഉപവാസ പ്രാർത്ഥന നടക്കുക. ഉപവാസ പ്രാർത്ഥന നടന്ന സമയത്ത് ഇവിടെ ഇവിടുത്തെ ഗസ്റ്റുകളൊക്കെ വന്നാൽ ഇവിടുന്ന് ആഹാരം കൊടുക്കുന്നത് അവരിവിടെ വന്ന് കഴിക്കുന്നു. കഴിക്കുന്ന സമയത്ത് ഈ മരുമകൻ ഒരു കത്തിയായിട്ട് ഇങ്ങോട്ട് വരുന്നു. അവര് വൈകിട്ട് ഊണ് കഴിക്കാൻ ഞങ്ങൾ കാലാക്കൊണ്ടിരുന്നു. ഞാൻ കൊച്ചുങ്ങൾ ഓടിക്കുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കൊച്ചുങ്ങൾ രണ്ടുപേരും ഓടി കഴിഞ്ഞപ്പം ഈ വരയ്ക്കകത്ത് പെരയുടെ അകത്ത് നിൽക്കുക. ഈ ഒരു കത്തിയായിട്ട് ഞാൻ ഓടിച്ചെന്ന് അടുക്കളയിൽ നിന്ന് ഓടി വന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നീ ഇതെന്നെ കാണിക്കണമെന്ന് ചോദിച്ചു ജീവന്റെ കത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അവന്റെ കയ്യിൽ ഇങ്ങ് പിടിച്ചു യേശുവിന്റെ നാമത്തിൽ കത്തി കളയടാന്ന് പറഞ്ഞു. വേഗം അങ്ങ് കളഞ്ഞു. കളഞ്ഞേച്ച് വേഗം അന്വേഷിച്ച് ഞാൻ ചുമ്മാ കാണിച്ചു തന്നു. അങ്ങനെയുള്ള വലിയ പീഡനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 12 വർഷക്കാലം ഞങ്ങള് വളരെ കഷ്ടത അറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അടി ഇടിയൊക്കെ ആയി കഴിഞ്ഞു. കേസ് കൊടുത്തു. ഞങ്ങൾ ആശുപത്രിയിൽ പോയി കിടന്നു. കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ ഇവിടെ പോലീസുകാരൊന്നും വന്ന ഒന്നും നമുക്ക് അനുകൂലമില്ല. അവര് പൈസ കൊടുത്ത് അതിനകത്ത് അങ്ങനെ കഴിഞ്ഞ സമയത്ത് ഞാൻ അടിമാലി ആശുപത്രി കിടന്നപ്പോ അവിടുന്ന് മൂന്നാർ DSPക്ക് അവര് കടലാസ് കൊടുത്ത് ഇവനെ പിടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവനൊക്കെ പേടിയല്ലേ, പേടിച്ചു പറിച്ച് ജീവിക്കുന്നത്. ജയിലിൽ ഇട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇനി ഇവിടെ നിന്നവൻ നമ്മളെ കൊല്ലും. ഞാനും എന്റെ കൊച്ചുങ്ങളും കൂടെ കൂടി ഇങ്ങോട്ട് കോട്ടയത്ത് അവിടെ ഒരു സുഹൃത്ത് മുഖാന്തരം ഒരു വീട് വാടകയ്ക്ക് കിട്ടി. കോട്ടയത്ത് മെഡിക്കൽ കോളേജിന് അടുത്ത് ഞങ്ങൾ അവിടെ പോയി. രാത്രിയിലാ പോകുന്നത്, 2 മണി രാത്രിയിലാ പോകുന്നത്. ഒരു ലോറിക്ക് സാധനമൊക്കെ വാരിക്കൊണ്ട് രാത്രി പോകുമ്പോ ഞാൻ ഇരുന്നോണ്ട് വണ്ടി ഇരുന്നൊരു വീട് വിട്ടു പോവുകയല്ലേ. കരഞ്ഞു ഡ്രൈവറോട് പറഞ്ഞ പിള്ളേര് 2 പേര് ഇരുന്ന് അങ്ങ് ഉറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ഈ ഡ്രൈവറോട് സുവിശേഷം പറയാം. അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങി പോകുമ്പോ ഞാൻ കരഞ്ഞുകൊണ്ട് വന്നു. യാക്കോബ് ഓടിയതുപോലെ, യേശാവിന് ഭയപ്പെട്ട യാക്കോബ് ഓടിയതുപോലെ ഓടുക. അപ്പൊ ഞാൻ എന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങി വന്നാൽ ഇതൊരു ബദലാക്കി തീർക്കണം എന്നൊരു സമർപ്പണം പറഞ്ഞിട്ട് പോയി. 3.5 വർഷക്കാലം മെഡിക്കൽ കോളേജിനടുത്ത ആത്മജന്യ സഭയുടെ അടുത്താ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ സഭയെ കുറിച്ച് ചോദിച്ചപ്പോ പിറ്റേ ദിവസം ഞാൻ സഭയാ തിരക്കുന്നത്, വേറെ ഒന്നും തിരക്കുന്നില്ല. വാടക വീട്ടിൽ ചെന്നപ്പോ എന്റെ മോള് ലോറി വന്നപ്പോ അമ്മയ്ക്കുള്ള സ്ഥലം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്, എന്നാന്ന് ഇതേ പ്രാർത്ഥനാലയം എന്ന് എഴുതി വെച്ചോണം. അപ്പൊ അവിടെ ചെന്നപ്പോ ദേവദാസനോട് ഞങ്ങളെല്ലാം പറഞ്ഞു, ഉണ്ടായ സംഭവം എല്ലാം അങ്ങ് പറഞ്ഞു. യഥാർത്ഥ ദൈവഭക്തനാണ് ദേവദാസും. പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ മുഴുവൻ അവർക്ക് കിട്ടിയപ്പോ ദൈവസം ഞായറാഴ്ച ഒരു 250 പേരുണ്ട് അവരുടെ മുമ്പിൽ പറഞ്ഞു, ഈ ശാന്തമ്മച്ചിനെയും കുടുംബത്തെയും ഇവിടെ കൊണ്ടുവന്നത് യേശു ദൈവമാണ്. എന്നോട് പറഞ്ഞു, ഇവര് അത്രയും ഈ രാജാക്കാടുന്ന് ഇത്രയും സഭകൾ കഴിഞ്ഞ് സഭയിൽ വിട്ട് ഇവിടെ കൊണ്ടുവന്നത് ഇവർക്ക് എന്തെങ്കിലും ആപത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അതിന് മറുപടി കൊടുക്കേണ്ടി വരും. അതിന് സഭയിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ കുറെ തോട്ടങ്ങൾ കാണിക്കുകയും അവിടെ പല ഫലങ്ങൾ എടുക്കുകയും അതുപോലെ വിളവെടുപ്പിന്റെ സമയമായി, അതുകൊണ്ട് അവിടെ കൊണ്ടുവന്നേ എന്നൊക്കെ ദൈവം സംസാരിച്ചു. അപ്പൊ അവര് ഞങ്ങളെ അങ്ങനെ അവിടെ ജീവിച്ചു. അവിടെ ചെന്നപ്പോ ഞങ്ങള് ജീവിക്കാൻ മാർഗമൊന്നുമില്ല, ആശ്വാസമൊക്കെ ഉണ്ട്. അവിടെയൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞാൻ അടുത്ത 2-3 വീട്ടില് തുണി അലക്കാനും മിറ്റം അടിക്കാനും തുടയ്ക്കാനായിട്ട് പോയി. അന്നേരമൊക്കെ ഞാൻ കണ്ണുനീരോടെയാണ് കരഞ്ഞു പ്രാർത്ഥിക്കും. എന്തോ സ്തോത്രം. ഞാൻ പറയും, ഇങ്ങനെ പറയാ തന്നെ ഇരുന്നോട് പറയാ, അലക്കുമ്പോഴൊക്കെ ഞാൻ പറയാ, അയ്യോ മോശ ഇത്രോവിന്റെ വീട്ടിലെ വേലക്കാരനായിരുന്നു, യാക്കോബ് ലാബാന്റെ വീട്ടിലെ വേലക്കാരനായിരുന്നു, യോസേഫ് ഫറവോന്റെ വീട്ടിലെ വേലക്കാരനായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഈ രീതിയിൽ കൊണ്ടിട്ട് ഇവരെ ഉയർത്തിയില്ലേ. അപ്പൊ എന്നെ ഉയർത്തും, കണ്ണുനീരിങ്ങനെ ചാടുക അലക്കുന്ന കല്ലിലേക്ക്. അപ്പൊ അത് കണ്ടായിരിക്കും ഏറ്റവും താഴ്ത്തിയിട്ട് എന്നെ ഉയർത്താനായിരിക്കും എന്നൊക്കെ കരഞ്ഞു പറയാ. ആരും കേൾക്കുന്നൊന്നുമില്ല. അങ്ങനെ അവിടെയൊക്കെ ചെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, അപ്പ എന്റെ വീട്ടില് ഞങ്ങളുടെ തുണിയൊക്കെ വേലത്തിമാരാണ് അലക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ വീട്ടിലെ തുണിയൊക്കെ അലക്കേണ്ട ഒരു ഗതികേട് എനിക്ക് തോന്നുന്നു. നല്ല കൊള്ളാവുന്ന വീട്ടിലുള്ള കല്യാണം കഴിച്ച വീട് അത്ര ഇതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ ചോദിക്കും ദൈവം
അന്നേരമൊക്കെ നമുക്ക് മറുപടി ചോദിച്ചു. അങ്ങനെ അവിടെ 3.5 കൊല്ലം ഞാൻ അവിടെ താമസിച്ചു. ദൈവവേലയായിരുന്നു. മെഡിക്കൽ കോളേജിന്റെ അടുത്ത മെഡിക്കൽ. അപ്പൊ അവിടെ വലിയ വേലയൊന്നും അങ്ങനെ സുവിശേഷ വേല അങ്ങനെ ചെയ്ത് പാസ്റ്റർക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഈ വിശ്വാസികളൊന്നും അങ്ങനെ വേലയ്ക്ക് പോകുന്നില്ലായിരുന്നു. അപ്പൊ 2010 ദേവദാസിനോട് ദൈവത്തിന്റെ ആലോചന അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ആലോചന പ്രകാരം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്നിട്ട് 3 ആഴ്ച അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഉപവസിച്ചു തുടങ്ങി. ഉപവാസം കഴിഞ്ഞപ്പോ ഞാൻ പാസ്റ്റർ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുകയെന്ന് പറഞ്ഞു. അന്നേരം യേശു ദേവാസിനെ വെച്ച് എവിടെ ശാന്തം വെച്ചെന്ന് വെച്ച് ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലാണ്. അങ്ങനെ ഞാൻ 3 ദിവസം സഭയിൽ നിന്ന് ഇറങ്ങി പോകുന്നതായതുകൊണ്ട് ഞാൻ പോയി. 3 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റുള്ള സഹോദരിമാരും എല്ലാം അങ്ങോട്ട് വേലയ്ക്കായിട്ട് വരാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ എല്ലാം പല സ്ഥലത്തുനിന്ന് ആഴ്ചയിൽ 6 സ്ഥലത്ത് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് എൻ്റെ ദേശത്തും ഉണ്ടായിരുന്നു. എൻ്റെ ദേശത്തും ഞാൻ പോയി മാറിയ ദേശത്ത് ഒരു കൂട്ടായ്മ വെച്ചു. അങ്ങനെ കൂട്ടായ്മ വെച്ച അവസാനമായപ്പോൾ ആ കൂട്ടായ്മയിലൊക്കെ വിള്ളൽ സംഭവിച്ചു. വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അവിടുന്ന് എൻ്റെ മോളെ അന്നേരത്തേക്ക് മോള് കൊച്ചു അവിടെ പഠിക്കുന്നു. അങ്ങനെ ആയപ്പോ ഞങ്ങള് പിന്നെ എന്ത് ചെയ്യണം? വാടകയ്ക്ക് താമസിക്കുന്നു, വാടക കൊടുക്കണം. അതുപോലെ തന്നെ ഇത് പൈസ ഇല്ല, ജോലിയില്ല, ആശ്വാസവൻ. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം നന്നായിട്ട് അടിച്ചു കയറി സാമ്പത്തികമൊക്കെ ആയിട്ട് വന്നു. ഞങ്ങൾക്കൊന്നും ആരും തന്നൊന്നുമില്ല. ഞങ്ങൾ പക്ഷെ പ്രാർത്ഥിക്കാവുന്ന രോഗികളൊക്കെ ഇഷ്ടം പോലെ സൗഖ്യമാകും. അനേകർ വന്ന് സൗഖ്യമാകും. സഭ നിറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു നന്മ എന്നും വന്നപ്പോ നമുക്ക് നമ്മളെ അന്വേഷിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോ ഞാനൊരു വീട്ടിൽ വേലയ്ക്ക് പോയി. വേലയ്ക്ക് പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ആലോചന ചോദിച്ചു. അപ്പൊ എന്നെ അറിയാവുന്ന ദൈവദാസന്മാര് പറഞ്ഞു, നമ്മച്ച എവിടെയാന്ന് വെച്ചിരുന്നു ആത്മചേതൻ നിന്നെ മാറിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ പോന്നു. എന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇരുന്നു ദൈവം മറുപടി വരുമ്പോ പോയാൽ മതി. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഓടി മുറി കയറും, പ്രാർത്ഥിക്കും, ഓടി ബൈബിള് വായിക്കും, ഇറങ്ങിപ്പോരും. ഇറങ്ങിപ്പോന്ന് കഴിയുമ്പോ ഇങ്ങനെ ഇരുന്ന് ഒരു 2 മാസം കൊണ്ട് അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു സ്വന്തം ദേശത്തേക്ക് മടങ്ങി പോകാൻ ദൈവശബ്ദം എനിക്ക് കിട്ടി. ദൈവദാസന്മാർ വന്നാൽ ദൈവശബ്ദം കിട്ടി. ശബ്ദം കിട്ടിയപ്പോ ഞാൻ പിന്നെ ദേശത്തേക്ക് മടങ്ങി വരുക. ഇവിടെ വന്നിട്ട് ഈ പുള്ളീനെ പേടിച്ചല്ലേ വരുന്നത്. ഈ പുള്ളീനെ പേടിച്ച് വരുമ്പോ വിറച്ചു കൊണ്ട് നടക്കുന്നത്. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് അവസാനം ഈ പുള്ളീനെ ജയിലിൽ അടച്ചു. അവര് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ പുള്ളി ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി വെച്ച് പോയപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ അടുത്ത മാസം ഉപവാസ പ്രാർത്ഥനയും ദൈവദാസന്മാർ ഇവിടെ വന്ന് ഊണ് കഴിക്കേണ്ടതാ. അതുകൊണ്ട് എനിക്ക് ഉപവാസം നടന്ന വീട്ടില് കൊലപാതകമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് വെച്ചപ്പോ ചെറുതിനെ ഒന്ന് ഒതുക്കി തരണം എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു, നീ നിന്റെ യേശുവിനോട് പ്രാർത്ഥിക്കടി എന്ന് പറയുമ്പോ ഞാൻ പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ പോലീസ് കേസ് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അത് ഈ കോടതിയിലല്ല സ്വർഗീയ കോടതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് വിധി വരുവോളം ഞാൻ കാത്തിരിക്കുന്നൊക്കെ ഞാൻ അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന വളരെ കഷ്ടകരമായ ഈ ദേശത്ത് ഞങ്ങളെ കുറിച്ച് ചോദിച്ചു അറിയാൻ ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ നിന്നത് എങ്ങനെയാ, എന്ത് കഷ്ടം സഹിച്ചാണെന്നും. എന്നാൽ ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് അവൻ ദൈവം ഒതുക്കി. കേസിനൊക്കെ പോയി കേസിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മറുപടി അവരെല്ലാം വക്കീലുമാര് പറയും അവരുടെ സൈഡാ. അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിച്ചു, ഇവന് ശിക്ഷിക്കുവായി കേസിനെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, വക്കീൽ എന്നോട് പറഞ്ഞു ശിക്ഷിക്കും, ഈ തല്ലിയതാരാന്ന് ചേച്ചി പറഞ്ഞ ഇവനാന്ന് പറഞ്ഞ ശിക്ഷിക്കും. അപ്പൊ എനിക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. എന്നെ തല്ലുന്നവരാണേലും എന്നെ ആരും വേദനിപ്പിക്കില്ല, അവരെ സ്നേഹിക്കും. ഞാൻ പറഞ്ഞു ഞാൻ കാരണം അവൻ ജയിലിൽ കിടക്കണ്ടല്ലോ. എന്നോട് മജിസ്ട്രേറ്റ് ചോദിച്ചു, എങ്ങനെയാ ഇവൻ ഈ സ്നേഹണ തല്ലിയെന്ന് ചോദിച്ചു. എപ്പോഴും തല്ലി 5 മണിക്ക്. ആളാരാന്ന് പറയുന്നത് അറിയാൻ പാടില്ലെന്ന് പറയാൻ വക്കീൽ പറഞ്ഞു തോന്നി, അറിയാൻ പാടില്ല. അപ്പൊ അവന് വെറുതെ വിട്ടു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ വക്കീലിനോട് പറഞ്ഞു, കോടതി വെറുതെ വിട്ടാലും ഞാൻ വെറുതെ വിട്ടാലും ഇത് സ്വർഗീയ കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരും, ശിക്ഷിക്കാതെ വിടില്ല സാർമാരെ എന്ന് പറഞ്ഞു. കരഞ്ഞോണ്ട് പറഞ്ഞു. പോന്നു. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോ പിന്നെ മധുരയിട്ട് ഒരു വിഷയത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് വന്നു. അറസ്റ്റ് ചെയ്തിട്ട് 2.5 വർഷം ജയിലിൽ കിടന്നു. ഞാൻ കേസ് കൊടുത്ത് അകത്ത് കെട്ടച്ച് ഇറങ്ങി വരുമ്പോൾ
എന്നെ എന്റെ കുഞ്ഞുങ്ങളെയും വെറുതെ വിടൂലല്ലോ. അപ്പൊ ദൈവം ഒരുത്തനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ഉപദ്രവിക്കുന്നവർ അനേകരുണ്ട്. ക്രിസ്ത്യ മതത്തിലേക്ക് വന്നപ്പോ ക്രിസ്തു മതമല്ലല്ലോ, ക്രിസ്ത്യ മാറ്റം. എന്നോട് മാർഗം മാറിയോ, പേര് മാറിയോ എന്നൊക്കെ ചോദിക്കും ആൾക്കാരോ. എന്ത് കിട്ടി, എന്തൊക്കെ പോയിട്ട് എത്ര രൂപ കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾക്ക് വരുമ്പോ ഞാൻ പറയും ഒരുപാട് കാശ് കിട്ടി. അപ്പൊ എന്തൊന്നും പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു ദൈവം തന്നെ എന്താന്ന് പറയാ, എന്തെന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം വലിയ പീഡനം 1 വർഷത്തേക്ക് കുഴപ്പമില്ലാതെ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ആരും എനിക്ക് പറഞ്ഞു തന്നല്ല. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു പ്രാർത്ഥനയ്ക്ക് കയറിയുമ്പോ ഞാൻ ഇങ്ങനെ വാതിൽ കേട്ടു ഇവരുടെ ഈ ഒരമ്മച്ചി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇവര് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് എന്റെ കാര്യങ്ങളും പറഞ്ഞ കേൾക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മറുപടി കിട്ടി, കേൾക്കും എന്ന് മറുപടി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ വിശ്വസിച്ചു. 2 3 പറഞ്ഞ് എന്റെ നാമത്തിൽ കൂടുമ്പോൾ അതിന്റെ മധ്യ കർത്താവ് ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചു. വിശ്വാസത്താലാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഒക്കെ വന്നു കഴിഞ്ഞ് ഒരുപാട് കഷ്ടത്തിൽ കൂടി വന്നു. പിന്നെ ഒരുപാട് സഭകളിൽ നിന്നൊക്കെ നിന്ദകൾ സഹിച്ചു. സമുദായത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും അതുപോലെ ദേശത്തു നിന്നും കർത്താവ് എനിക്ക് വേണ്ടി എന്റെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ചു. എന്റെ കൂടെ ഇരുന്ന് എനിക്ക് എല്ലാം പറഞ്ഞു. എനിക്ക് വിദ്യാഭ്യാസം ഒന്നും കൂടുതൽ 8ാം ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. കൂടെ ഇരുന്ന് ഓരോന്നും പറഞ്ഞു തന്നു. കരയുവാണെങ്കിൽ ഓടി പരിശുദ്ധാത്മാവ് ഒന്ന് തഴുകും. ഒറ്റയ്ക്ക് മാത്രം, ഞാൻ അന്നൊക്കെ ഒറ്റയ്ക്ക് മാത്രമുള്ള പിള്ളേര് പോലും എനിക്ക് എന്റെ കൂടെ ഇല്ലായിരുന്നു. പേടിച്ചും പറിച്ചും കിടന്നു. അത് കഴിഞ്ഞൊരു കല്ല് വെച്ചെറിഞ്ഞ് പെരയെല്ലാം തല്ലി പൊളിച്ചു. കല്ലൊക്കെ പൊളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഇങ്ങനെ വചനത്തിൽ കൂടി ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അവനെന്നെ കൊന്നാലും അവനായി കാത്തിരിക്കും. ചന്ദ്രകമേന്ദ്രഗോപിന്റെ ദൈവം തീച്ചുളയിലിട്ടാലും 4ാമൻ ഇറങ്ങി വന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്ന് പറയും. ആരോടും പറയും, ദൈവവചനം എല്ലാവരോടും പറയും. ഒരുപാട് ആത്മാക്കൾ എനിക്ക് ഇവിടെ ദൈവം തന്നിട്ടുണ്ട്. ഓരോ വീടുകളിലും കയറിപ്പോകാൻ ദർശനം തരും. ദർശനത്തിൽ കൂടിയാണേലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ദേശത്തേക്ക് വിളിച്ചുകൊണ്ട് ആരുടെ മുമ്പിൽ സുവിശേഷം അറിയിക്കും. രാജാക്കാടൊക്കെ പട്ടണത്തിൽ ഇറങ്ങി സുവിശേഷം അറിയിക്കാനൊക്കെ ദൈവം എനിക്കിട തന്നു. അതുപോലെ തന്നെ അനേക ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെയൊക്കെ പ്രാർത്ഥനയാണ് ഞാൻ നിൽക്കാനിടയിൽ. യേശുവിന്റെ അവരുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായിരുന്നു. എനിക്ക് അത് ഒരിക്കലും ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവദാസന്മാരും ഞാൻ മറന്നു പോയിട്ടില്ല. എന്റെ കഴിവ് എന്റെ മിടുക്കം ഒന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ബന്ധുക്കോസുകാർ എപ്പോഴും എനിക്ക് വെറുപ്പായിരുന്നു. അവരെ പുച്ഛമായിരുന്നു. പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകും എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്നാലും പറയും, എന്നാ പിന്നെ ഈ മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലൊന്നും വേണ്ടല്ലോ എന്ന് എങ്ങനെ പറയുന്ന ഒരവസ്ഥ വന്നു. എന്നാൽ അവിടെയൊക്കെ ദൈവം എന്നെ നിർത്തി. എന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേക ദേശങ്ങളിൽ അനേക ഭവനങ്ങളിലേക്ക്, ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലണമെങ്കിൽ നമുക്ക് കിടക്കാൻ പറ്റാത്ത ഒരു ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോ അത് പെട്ടെന്നൊന്നും ഓടി ഒരു വീട്ടിലൊന്നും ചെല്ലാൻ പറ്റില്ല. ജോലി കാര്യങ്ങൾക്കായിട്ട് വീട്ടുവേലയ്ക്കായിട്ട് പോയി. അവിടെ ആദ്യമേ എന്നെ വിട്ടത് ഒരു ഊരമനി എന്നൊരു ദേശത്ത് വീട്ടൂരെന്നത് ഒരു പാടിയാട്ടം പറഞ്ഞ ഒരു വലിയ വീട്ടിലാണ്, പള്ളി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ആന്റിക്കാണ് പാടില്ലാതെ കിടക്കുക. 2.5 വർഷമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ തന്നെ ഒരു ഗ്ലാസ് വെള്ളമൊന്നും കുടിക്കാൻ. അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ ചില ദുർശക്തികൾ എന്നോട് എതിരിട്ടു. എങ്കിലും ഞെരിവ് അവരിൽ നിന്നെല്ലാം വിട്ടുവീഴ്ച അവർക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. അവർ സൗഖ്യം പ്രാപിച്ച് പുറത്തു വന്നു. ഒരുപാട് അത്ഭുത ശുശ്രൂഷകൾ കർത്താവിനെ കൊണ്ട് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് അവിടെ മാനസിക രോഗമായിരുന്നു, തലമുറയില്ലായിരുന്നു. ആന്റി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ പോകുന്ന ഭവനങ്ങളിലൊക്കെ അവർ കർത്താവിനെ അറിയുന്നു. അതാണ് ദൈവത്തിന്റെ പദ്ധതി. കർത്താവ് നമ്മൾ ചുമ്മാ ഓടി ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. ഏത് വഴിക്കോടെ അവരെ അതിനകത്ത് കയറ്റണമെന്ന്. അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടു. ഒരുപാട് ആത്മാക്കൾ ഈ ദേശത്ത് തന്നെ, എൻ്റെ അയൽവക്കത്ത് തന്നെ ദൈവം തന്നിട്ടുണ്ട്. അവരൊക്കെ ഞാൻ വിതച്ചു. അത് ദൈവത്തിന്റെ സമയത്ത് അതെല്ലാം
പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അനേകം ആത്മാക്കളെ വേണ്ടി ഞാൻ ചോദിക്കുന്നു കർത്താവിനോട്. എനിക്ക് എൻ്റെ അനേകം എന്നെപ്പോലുള്ളവർ നശിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം നശിച്ച് യൗവനക്കാർ പോകുന്നു. അവരെ ഒരു കൂട്ടത്തെ കർത്താവിന് വേണ്ടി നേടുവാനാണ് ഞാൻ എപ്പോഴും യേശുപ്പച്ചനോട് ചോദിക്കുന്നത്. ഞങ്ങളുടെ രാജ്യം വിടിവിച്ചു തരണം, ഞങ്ങളുടെ ദേശം വിടിവിച്ചു തരണം, ഞങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടണം. ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ആ പ്രതികൂലങ്ങളെല്ലാം മാറ്റിത്തരണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും വേറെ ഒന്നും നേടണമെന്നല്ല എനിക്ക് ആഗ്രഹം. എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കർത്താവിന് വേണ്ടി വേല ചെയ്ത് തികച്ച വിശ്വാസം കാത്തു നിൽക്കാൻ ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും എൻ്റെ അപ്പ ഞാൻ ഈ പുസ്തകം എടുത്തോണ്ട് ഇറങ്ങിയെങ്കിൽ, ഈ സമുദായത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നെങ്കിൽ, എന്നെ കൊണ്ടുവന്നെങ്കിൽ, എൻ്റെ യേശുപ്പച്ചൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ കുടുംബം നശിച്ചു പോയാൽ എൻ്റെ യേശുപ്പച്ചനാ നാണക്കേട്. യേശുപ്പച്ചന് ശക്തിയില്ലെന്ന് ഇവരൊക്കെ പറയും. അതുകൊണ്ട് യേശുപ്പച്ചൻ എനിക്ക് വേണ്ടി അത് ചെയ്യണം. അതുപോലെ തന്നെ ദൈവം അത് ബുദ്ധിമുട്ടൊക്കെ മാറ്റി ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഞങ്ങൾ ജീവിച്ചോണ്ടിരിക്കുന്നു. ഒരു ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോ എന്നെ ഒരു വാഹനത്തെ കയറി പരസ്യത്തിന് പോവുക പാസ്റ്റർ. പരസ്യയോഗം ഞങ്ങൾ ഒരുപാട് സ്ഥലത്തോടെ പോയി ചെയ്തിട്ടുണ്ട്. ആന്ധ്ര വരെ പോയിട്ടുണ്ട്. പരസ്യയോഗത്തിന് പോയ സമയത്ത് അവരുടെ പാസ്റ്ററുടെ ഭാര്യയും കുട്ടികളും ഇരുന്ന വണ്ടിയുടെ ഇടയിൽ ഞങ്ങൾ കയറിയ വണ്ടിയിൽ ഇടയില്ലായിരുന്നു. അപ്പാട് കയറി എന്നെ ഇറക്കി വിട്ടു. വേറെ വണ്ടിയെ പോയി കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ വണ്ടിയില്ല. ഞാൻ എന്റെ ഇറക്കി വിട്ടപ്പോ ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പോ ഞാൻ കയറിയ വണ്ടിയിൽ വേറെ ആൾക്കാർ കയറുന്നു. അങ്ങനെ കരഞ്ഞ് വേറെ ആൾക്കാരെ കയറ്റി. എന്നിട്ട് ഞാൻ കരഞ്ഞിട്ട് ഞാൻ പോന്നു. ഞാൻ അവിടെ പോയി നിൽക്കുന്ന വീടായിരുന്നു. അവിടുന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി പോന്നു. പോന്നു കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ ചെല്ലുമ്പോ എനിക്കൊരു കാറ് യേശുപ്പച്ചൻ തന്നു. ആ കാറിൽ യാത്ര ചെയ്ത് അവരുടെ അടുക്കൽ ചെല്ലുവാൻ ഇടയാക്കി. അതുപോലെ എനിക്ക് എന്തെല്ലാം ഇല്ലായ്മ വന്നു അതെല്ലാം എൻ്റെ യേശുപ്പച്ചൻ തന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മക്കൾക്ക് ജോലി കൊടുത്തു. കൊച്ചുമക്കൾക്ക് ജോലി കൊടുത്തു. അതുപോലെ തന്നെ മക്കള് പിന്നെ 3 പെൺപിള്ളേരാ എനിക്കിപ്പോ ഉള്ളത്. കൊച്ചുമക്കളും അവന്റെ മക്കളും അത് അങ്ങനെയൊക്കെ തന്നു. എൻ്റെ യേശുപ്പച്ചൻ ഞാൻ ചോദ്യം എനിക്കെന്നും ചിന്തിക്കുന്ന അത്യന്തപരമായി എന്നെ വഴി നടത്തി യേശുപ്പച്ചൻ എനിക്ക് അത്രമാത്രം നന്ദി. ഞാൻ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് ഞാൻ നരകത്തിൽ കിടന്നിലേക്ക് പോകേണ്ട എന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ച അന്ന് മുതൽ എന്നും അതെ എൻ്റെ യേശുപ്പച്ചനെ മുറകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥകളാണ്. യേശുവിന് വിട്ടുള്ള ഒരു യാത്രയില്ല. ഹല്ലേലൂയ സ്തോത്രം. അനേകർക്ക് സുവിശേഷം അറിയിക്കും. പോകുന്ന വെളിപ്പാട് തരും. വീടുകൾ കാണിച്ചു തരും, ദേശം കാണിച്ചു തരും, അതുപോലെ തന്നെ വ്യക്തി ജീവിതങ്ങളെ കാണിച്ചു തരും. അവിടെയൊക്കെ പോയി പറയും. അവരൊക്കെ ഇന്നിപ്പോ കർത്താവിന്റെ സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഞാനിങ്ങനെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ IPC രാജാക്കാട് 2-3 കിലോമീറ്റർ അകലെ ആരാധനയ്ക്ക് പോകുന്നു. അങ്ങനെ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു ഇനി രാത്രിയിലെ കൂട്ടായ്മയ്ക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എന്റെ കൂടെ പോരാൻ ആരുമില്ല. മക്കളും ഒക്കെ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ ഇരുന്നപ്പോ എന്നോട് യേശുപ്പച്ചൻ എന്നോട് പറയാ, ഇങ്ങനെ പരിശുദ്ധാത്മ എന്നോട് പറയാ, നീ ആളെ കൂട്ടുന്നത് ഞാനാ. നീ എന്റെ വചനം അങ്ങ് വിളിച്ചു പറഞ്ഞേച്ചാ മതി. ആളെ കൂട്ടുന്ന ഞാനാന്ന് പറഞ്ഞു. അന്നേരം ഒന്നിനും കൂട്ടില്ല. അപ്പൊ ദേ എന്റെ കയറിയിറങ്ങിയ ഭവനങ്ങളെല്ലാം യേശുവിന്റെ അടുക്കൽ വരുവാനിടയാകും. എനിക്ക് വലിയ സന്തോഷം. അപ്പൊ അങ്ങനെയൊക്കെ ദൈവത്തിന് വേല ശക്തമായി ചെയ്യുമ്പോഴും പ്രതികൂലങ്ങൾ അനവധി ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. ഭ്രാന്താന്നാ പറയുന്നത്. എനിക്ക് ഭ്രാന്താന്നാ. ഇവർക്ക് പിച്ച് പിടിച്ച് ശാന്തയ്ക്ക് എന്തോ പറ്റി മാർഗം മാറിയായിരുന്നു എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഭ്രാന്തല്ല, ഭ്രാന്ത് മാറ്റുന്ന പ്രശ്നമായത്. ഭ്രാന്തൊക്കെ മാറ്റുന്നത് ഭ്രാന്തന്മാരെ കൊണ്ടൊന്ന് മാറ്റുന്ന പ്രശ്നമാന്ന് പറഞ്ഞു. ഭ്രാന്തന്മാരെ കഴിഞ്ഞും മാറിപ്പോയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഭ്രാന്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയും വലിയ മുതലാളിമാരുടെ അടുത്ത് ഞാൻ ഈ ട്രാക്ട് വിട്ടുകൊണ്ട് ഇറങ്ങും. ഇപ്പൊ ഇതാണോ ജോലി? അതെ ഇതാ ജോലി. വലിയ മുതലാളിമാരാ കടക്കാര്. എന്നോട് കളിയാക്കി സന്ധ്യക്ക് ഇപ്പൊ ഇതാണോ ജോലി? അതെ. എന്നാ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇതാ പഴയ പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഇതാ രാജുചേട്ടാ, ഇതാ നല്ലത്. അതിനെന്ന് ചോദിച്ചാ അതിന് തന്നാ ഈ പണിയിലൊന്ന് വരുവാണ് ഈ ചട്ടൊക്കെ മാറി കിട്ടും എന്നൊക്കെ ഞാൻ പറയും. അന്നേരം അവർ ചിരിച്ചോണ്ടൊക്കെ പോയി. എന്നോട് എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒത്തിരി ആൾക്കാര് മാറുമെന്ന് പറയുന്നുണ്ടോന്ന് അറിയില്ല. ഇന്ന് വരെ ഈ ദേശത്ത് ഇറങ്ങി സുവിശേഷ വേല ചെയ്തിട്ടും എൻ്റെ സ്വന്തം ദേശത്ത് എന്നെ ജനിച്ച ദേശത്തൊക്കെ പോയി സുവിശേഷ വേല ചെയ്തിട്ടും ആരും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ യേശുപ്പച്ചൻ അയച്ചാൽ അവരുടെ മുമ്പിൽ വേറെ ആരും നിൽക്കത്തില്ല. യേശു അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോ ഒരു രണ്ടാംകുറ്റി എന്ന സ്ഥലത്ത് ഒരു നേഴ്സും ഭർത്താവും ജോലി നോക്കുന്നു. അവര് വേലക്കാരെയും കൊണ്ട് ചെല്ലുമ്പോ വേലക്കാരവിടെ നിൽക്കുന്നില്ല. എന്നാ ഇങ്ങനെ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്റെ കുഞ്ഞിന് ഒരു 7 വയസ്സായ കുഞ്ഞുണ്ട്. ഇത് ഇങ്ങനെ
വേലക്കാരോട് ഉപദ്രവിക്കുകയൊക്കെ, വല്ല് കടിക്കുകയോ തുപ്പോ ഇതൊക്കെ അങ്ങനെ അടിക്കുകയൊക്കെ വന്നു. അപ്പൊ അവർ നിക്കത്തില്ല. അപ്പോൾ അവള് പറഞ്ഞു, എന്റെ അമ്മച്ചി ഒന്ന് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയോടൊന്ന് പറയാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു. അവൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ കർത്താവ് അന്നേരം തന്നെ അവർക്ക് വിടുതൽ കൊടുത്തു. പിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനായി ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ മെത്രാന്മാരൊക്കെ ഉള്ള ഒരു വീടായിരുന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ആ മൂത്ത കൊച്ച് 18 വയസ്സായ കൊച്ച് പള്ളിക്കൂടത്തിലും പോകാതെ അവിടെ ഇരിക്കുകയായിരുന്നു. മറ്റേ ആന്റി നേഴ്സാ, ഒരു ജോലിക്ക് പോകാതെ തിരുവനന്തപുരത്ത് ജോലി വെക്കണത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞാൻ മുകളിൽ നിലയിൽ പോയി കിടന്നു. കിടന്നു കഴിഞ്ഞിട്ടപ്പോ ഇവിടെ ഈ കൊച്ച് പൈശാചി ബന്ധനത്തിൽ കിടക്കുന്നു. ആ കൊച്ചെന്തെന്ന് വെച്ചാൽ കൊച്ചി പരിക്കാതെ കിടന്നു. ഞാൻ അകത്ത് ചെന്ന് നോക്കിയപ്പോ തുണിയും പുസ്തകം എല്ലാം വിതറിയിട്ടിരിക്കുക. വിതറിയിട്ട് കഴിഞ്ഞിട്ട് ഇവര് ആരും തുറക്കുന്നില്ല. ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഈ കൊച്ചാണെങ്കിൽ എല്ലാരെയും വിളിച്ചു വരുത്തി. കൊച്ചെല്ലാരും ഫോൺ ചെയ്ത് വിളിച്ചു. വല്യമ്മേനെയും അമ്മാവനെയൊക്കെ വിളിച്ചു വരുത്തി കഴിഞ്ഞ് വെച്ച് പറഞ്ഞു, ഇവിടെ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, മമ്മി വിളിച്ചു വരുത്തിയതാ എന്ന് പറഞ്ഞു. ഞാനും ഇവിടെ നിന്ന് ഊണും കഴിഞ്ഞ് വെച്ചാൽ ഉറങ്ങി ചെനിച്ചു വന്നപ്പോ ഈ ഒരാള് വന്ന് അടിയിലത്തെ നിലയിൽ നിന്നിട്ട് സ്റ്റെയർകേസിന്റെ അവിടെ നിന്നോണ്ട് ലോറി ഇങ്ങനെ നോക്കി മുഖത്തിന്റെ കൂട്ട് ചെന്നാട് കൂട്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങള് ഇവിടെ എന്തിനു വന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ആന്റി ഒന്ന് സഹായിക്കാൻ വന്നാന്ന് പറഞ്ഞു. നിങ്ങളുടെ സഹായം ഒന്നും ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ബന്ധുക്കുസാരൊന്നും ഇവിടെ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വിളിച്ച ആള് പറയട്ടെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞു, ഞാൻ വിളിച്ച ആന്റി അമ്മച്ചി വന്നേക്കണേ, നീ വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഈ പുള്ളിക്കാരൻ അവര് തമ്മിൽ ഉടർച്ച ഉണ്ടാക്കിയപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടായിരുന്നു, ഞാൻ ദൈവം എന്നറിയാനാ പറഞ്ഞത്, മിണ്ടായിരിക്കാൻ പറഞ്ഞു. അവരും മിണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കിടന്ന് ഒത്തിരി അതും ഇതും എല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പോലീസിനെ കഴിഞ്ഞും വലിയവൻ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പോലീസിനെ കഴിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിച്ചാൽ ജയിലിൽ പോയി കിടന്ന പോലീസുകാരുടെ സുവിശേഷം പറയുമെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടൂലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവൻ പോയിട്ട് ഞാനും ഓർത്ത് പോലീസിനെ കൊണ്ട് വരുമെന്ന്. അന്നും വന്നില്ല. പിറ്റേ ദിവസം വന്നില്ല. 3 ദിവസം ഞാൻ അവിടെ താമസിച്ചു. അവരുടെ ആ ബന്ധനങ്ങളും അവരുടെ പൈശാചി ബന്ധനങ്ങളും എന്റെ കർത്താവ് അഴിച്ചു. ഞാനല്ല അഴിച്ചത്, കർത്താവ് അഴിച്ചു. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ദൈവത്തിന് വിട്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവം ആണ് ചെയ്യുന്നത്. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ ശക്തിയോ ഒന്നും അവിടെ പ്രയോഗിച്ചാൽ ഒന്നും നടക്കില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. യേശു അങ്ങനെ ചെയ്തു. എന്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. തലമുറയില്ലാത്ത ഭവനത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ പോയി ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. മരണബന്ധനങ്ങൾ അഴിച്ച് പൂട്ടിയിട്ടിരുന്ന പട്ടി ചത്തു. അന്ത്യകുദാശ വരെ കൊടുത്തിട്ട് ഇത് യാക്കോബുകാരുടെ ഭവനത്തിലാണ് ആദ്യം അവരുടെ കുടുംബ ബന്ധനങ്ങൾ ദൈവം അറിയിച്ചു. അത് അവിടെ വിട്ടു. അത് കഴിഞ്ഞ് ഒരു കൊച്ചു ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അവന് ആദ്യം തന്നെ പ്രാർത്ഥിച്ചു, അവിടെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് ഇവിടെ സാറാ നേഴ്സാ, അവിടെ ജോലിക്ക് ചെന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ അവരും കൂടുമായിരുന്നു. പ്രാർത്ഥിച്ച് ആ ബന്ധനം കഴിഞ്ഞു. അപ്പൊ ഞാൻ ലാസറെ ഉയർപ്പിച്ച് ആ ലാസറിന്റെ അടുക്കൽ ചെന്ന് യേശു പറഞ്ഞ ആ വചനം എനിക്ക് ദൈവം തന്നു. ഞാൻ അത് പറഞ്ഞപ്പോ തന്നെ പ്രാർത്ഥന കഴിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഈ ഭവനത്തിന്റെ ബന്ധനം കഴിച്ചു. ശവപ്പെട്ടി നേരെ ഞങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നതാ. അവിടെ എല്ലാം ദൈവം അത്ഭുതകരമായി ദൈവം ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. കർത്താവ് ചെയ്തു. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ചോറുണ്ണാനായിട്ട് ചെന്നപ്പോ പൂട്ടിയിട്ടിരുന്ന പട്ടിയായിരുന്നു, ചത്തു കിടപ്പുണ്ട്. മരണബന്ധനം അടിഞ്ഞ് കുടല് കുരുക്കി ചത്തു കിടക്കും. അവിടെ നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിൽ നമ്മൾ ജോലിക്ക് പോയി അവിടെ നമ്മുടെ വേല തികച്ചെടുത്താൽ പിന്നെ അടുത്ത വീട്ടിലേക്ക് കർത്താവ് നമ്മളെ അയക്കുന്ന, അവിടെ പിന്നെ നിർത്തത്തില്ല. അവിടെ ചെന്നപ്പോഴും ദേശാധിപതിയുടെ പോരുകളും ദേശത്തിന്റെ ദുർശക്തിയൊക്കെ എന്നോട് പോരാടി. അവിടെ എല്ലാം എന്റെ യേശുപ്പൻ എന്നെ നിർത്തി. അങ്ങനെ ദൈവത്തിന്റെ വലിയ ശുശ്രൂഷ കർത്താവ് എന്നെ കൂടി ചെയ്തെടുക്കുന്നു. എന്നാൽ കർത്താവ് ഇതൊന്നും കൊണ്ടൊന്നും ദൈവത്തിന് തൃപ്തിയായിട്ടില്ല. ദൈവത്തിന്റെ ദാസനെ കർത്താവ് ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങൾ നാളുകളിൽ നമ്മൾ കാണാൻ പോകത്താണ്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നമ്മൾ ഒരുത്തനെ അയച്ചാൽ അവന് തടയാൻ കർത്താവ് അനുവദിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ലോകത്തിൽ കർത്താവ് നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും
നമ്മൾ ഒരു നാൾ ഇട്ടേച്ചു പോകുന്ന അവസ്ഥകളുണ്ട്. ഹാലേലൂയ സ്തോത്രം. എന്നാൽ ക്രിസ്തുവിനെ നേടി, ക്രിസ്തു എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന, ക്രിസ്തു എന്നിൽ വന്നതിന് മുഖാന്തരമാണ് ഞാൻ ഏറ്റവും ദേഷ്യവും കോപവും അതുപോലെ തന്നെ സ്തോത്രം ഹല്ലേലൂയ ആരെയും വകവയ്ക്കാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ അവരൊരു പണ്ടത്തെ ചേച്ചിയാണോ ഇത്? അപ്പോൾ ഒരുത്തൻ ക്രിസ്തുവിൽ വന്നാൽ അവന് പുതിയ മനുഷ്യനാ, മാറ്റം ഉണ്ടാകും. ആ പണ്ടത്തെ രീതിയല്ലല്ലോ. ഒന്ന് ആരടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ അതെല്ലാം എൻ്റെ കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് അതെല്ലാം മാറ്റി തന്നു. എന്നെ കർത്താവ് ഇത്രത്തോളം നിർത്തി. പിന്നീട് കർത്താവിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. സ്തോത്രം. ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിന്റെ ആന്ധ്ര വരെ പോയിട്ടുണ്ട്. പരസ്യയോഗത്തിന് പോയിട്ടുണ്ട്. സ്ത്രീകളുടെ കൂടെ പ്രവർത്തനത്തിന് പോയിട്ടുണ്ട്. മിനിസ്ട്രി പ്രവർത്തനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ 22 കൊല്ലം കർത്താവിന് വേണ്ടി വേല ചെയ്തു. പക്ഷെ ഒരു നന്മകളൊന്നും കർത്താവ് തന്നല്ലാതെ ഈ പോകുന്ന വഴികളിൽ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കാശിന് വേണ്ടിയല്ല ഞാൻ പോകുന്നത്. ഞാൻ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് പോകും. എനിക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഏത് ദൈവദാസന്മാർ കടന്നു വന്നാലും ദൈവദാസന്മാരെ മാനിക്കുന്ന ഒരു ഭവനമാണ് ഹല്ലേലൂയ ശൂലേങ്കാരത്തി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസന്മാരെ മാനിച്ചവരെ അങ്ങനെ ഒരു വീടാണ്. ഇതിലെ കടന്നു പോകുമ്പോൾ ദൈവദാസന്മാരാണെന്ന് അറിഞ്ഞാൽ ഞാൻ വിളിക്കും. എവിടെയാ ശുശ്രൂഷ, എന്താണ് കാര്യങ്ങൾ, എവിടെയൊക്കെയാ പോണേ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരും കയറി ഒരു വാക്ക് പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു വീടായത്. അത് ഇവിടെ ദേശത്ത് വലിയൊരു സാക്ഷ്യമായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ കടന്നു വന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നു. ഞങ്ങൾക്ക് കർത്താവ് നിൽക്കാൻ പറ്റാത്ത, ദേശത്തുനിന്ന് ഓടിക്കുന്ന അവസ്ഥകൾ വന്നു. അവിടെ എല്ലാം എൻ്റെ കർത്താവ് എന്നെ പിടിച്ചു നിർത്തി. എന്നെ ഇത്രത്തോളം പരിപാലിച്ചു. നന്മകള് 2020 ചെറിയ നന്മകളൊക്കെ തന്നു. വലുതാനൊന്നുമില്ല കേട്ടോ. എന്നാലും കർത്താവിന് വേലക്കാരൻ കൂലിക്ക് യോഗ്യനാന്ന് പറഞ്ഞാൽ വേല ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് അതിന് എവിടെയെങ്കിലും കൊണ്ടിട്ട് നമുക്ക് നന്മകൾ തരും എന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോ കൊറോണ വന്നു. കോട്ടയത്തുനിന്ന് പോന്നു. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോ 18 ഇവിടെ വന്നത്. കൊറോണ വന്നപ്പോൾ ഞാൻ കോട്ടയത്തായിരുന്നപ്പോൾ ഒരു ഹാൻഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹാൻഡ് എനിക്ക് പോരാൻ നേരത്തെ ദിവസം തന്നു വിട്ടു. ഇതുകൊണ്ട് ചേച്ചി ശാന്തം വെച്ചു ഇവിടെ കൂടെ കൊണ്ടുവച്ചു. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, ഹാൻഡ് എടുക്കും, പാട്ട് പാടും, പ്രാർത്ഥിക്കും, ആരാധിക്കും, ദൈവവചനം വിളിച്ചു പറയും, ദേശത്തേക്ക് വിളിച്ചു പറയും. അങ്ങനെ 2.5 കൊല്ലം ഈ ഭവനത്തിന് കൊറോണ കാലത്ത് എൻ്റെ വീട്ടിൽ ശനിയാഴ്ച പ്രാർത്ഥനയും ആരാധനയും, അതുപോലെ തന്നെ ഈ ദൈവവചനം വിളിച്ചു പറിച്ചു. ഇവിടെയുള്ള ഒരു വീടുകളിൽ പോലും കൈയടിച്ച് പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ വന്നു. എൻ്റെ അപ്പൻ എൻ്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥന ഈ ദേശത്തിന് വേണ്ടി, രാജാക്കാടിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, 154 കോടി ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അവര് യേശുവിനെ അറിഞ്ഞു. അപ്പോൾ ഓരോരോ ദൈവശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ദേശത്തോട് ജനത്തോട് ഇടപെടുന്ന കാര്യങ്ങൾ കർത്താവ് പറയാൻ തുടങ്ങി. ദേശത്ത് വരാനുള്ള കാര്യങ്ങൾ കർത്താവ് പറയാൻ തുടങ്ങി. വ്യക്തികളെ ദൈവം ഇടപെടുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. രാഷ്ട്രീയ നേതാക്കന്മാരെ ദൈവം ഇടപെടുന്ന കാര്യം, അങ്ങേയറ്റം മന്ത്രിമാരെ, MLA ഓരോരുത്തരെയും ദൈവം തന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഉണർവിനെ കുറ്റി പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇടുക്കിയുടെ ഉണർവ്, രാജാക്കാരന്റെ ഉണർവ്, അത് ഇങ്ങനെയെല്ലാം ദൈവം ഓരോന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ അങ്ങനെ ഉണർവിലേക്ക് വരുമ്പോ ഞാൻ യേശപ്പനോട് എനിക്ക് തന്നെ ഒന്നുമില്ല, എനിക്കൊന്നും അറിയത്തില്ലല്ലോ, എനിക്ക് യേശപ്പൻ പറഞ്ഞു തന്നതല്ലാതെ ഇത് സത്യമായിട്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഇവിടെ ടൗണിലൊക്കെ ചെന്ന് യേശപ്പൻ ഇന്നെന്ന് പറഞ്ഞത് കൊറോണ വരുന്നു, ഇതുപോലുള്ള അവസ്ഥകളൊക്കെ കടന്നു വരുന്ന അവസ്ഥകളുണ്ട്, നിങ്ങൾ അന്നേരം ഇവരൊക്കെ എന്നെ കളിയാക്കും, നിങ്ങൾ ഇത്ര നാളായില്ലേ, ഞങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ഇത്ര വർഷമായി, ഞങ്ങളുടെ യാക്കോറ്റ് വലിയ സ്വർണ്ണക്കടക്കാരനൊക്കെ എന്നോട് പറയുന്ന ബാങ്കുകാരൻ്റെ മക്കളൊക്കെ. അന്നേരം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്ര വർഷമായിട്ടുണ്ടായിരിക്കും, ഞാൻ കുറച്ച് നാളായുള്ളൂ, പക്ഷെ എൻ്റെ യേശപ്പൻ എന്നോട് പറഞ്ഞു നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. അന്നേരം പറഞ്ഞു, കൊച്ചു പറഞ്ഞു എന്നോട് പറഞ്ഞു, എന്നാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും അറിയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയാം. എന്നാൽ ഞാൻ പറഞ്ഞു ചേച്ചി എത്ര, ഞാൻ പറഞ്ഞു ഇത്ര നാളായിരുന്ന കൊച്ച്, ഞാൻ പറഞ്ഞു ഒരു വാക്ക് വചനം പറഞ്ഞ കൊച്ചെന്ന് പറഞ്ഞപ്പോ കൊച്ച്
സമ്മതിച്ചില്ല. അതിന്റെ കുറെ ബാങ്കിൽ ഇരിപ്പുണ്ട്. അവരൊക്കെ പറഞ്ഞു സാറിന്റെ കൊച്ചിനെ അറിയത്തില്ലാന്ന്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, നിന്ദകള് ദേശത്തുനിന്ന് വരുന്നുണ്ട്. പട്ടണങ്ങളിൽ നിന്നാണേലും മാറി നിന്നാണേലും എനിക്ക് വേണ്ടി ഒത്തിരി അത് തന്നെയല്ല, ദിവസം ഒത്തിരി ആഭിചാരങ്ങള്, ആഭിചാരം, മന്ത്രവാദം, അത് കണ്ണിന് ദൈവം വെളിപ്പാട് കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ എഴുന്നേൽക്കരുത്, ഇവിടെ എഴുന്നേൽക്കരുത്, എന്നിക്കൂടി ശുശ്രൂഷ വെളിപ്പെടരുത്. ഇതാണ് ഇനിയിപ്പോൾ മാറ്റം വരും. അത് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്റെ വചനങ്ങൾ, വചനത്തിനൊരു മാറ്റം, ഒരു വള്ളിക്കോ പുള്ളിക്കോ കുത്തിന് കോമിക്ക് മാറ്റമില്ലാത്ത തിരുവചനം, അത് വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ഞാൻ പറയാ, ഞാനിങ്ങനെ ഓർക്കുക, നമ്മുടെ പൗലോസ് അപ്പോസ്തലന്, അതുപോലെ തന്നെ ദാവീദ്, ഹല്ലേലൂയ സ്തോത്രം, അവരെയൊക്കെ ഏതെല്ലാം മേഖലകളിൽ അതിന്റെ ഒരു അംശം നമ്മൾ വഹിക്കണ്ടേ. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ആശ്വസിക്കുന്നത്. സാരമില്ല, അതൊക്കെ ചോദിച്ചാൽ കർത്താവിന്റെ നിത്യതയ്ക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ ഒന്നും വേണ്ട, നിത്യേനാനും എന്റെ കുടുംബം യഹോവയെ സേവിക്കും. അതിനുവേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട്. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ കാണും. ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, മരണങ്ങളെ യാതൊന്നും കഴിച്ചെടുക്കണം. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം. ആ ജീവജലത്തിന്റെ നദി 2022 ഡിസംബർ ലാസ്റ്റ് ആഴ്ചയിൽ എന്നോട് 5 കാര്യം ദൈവം പറഞ്ഞു. 5 വിഷയം ഒറ്റ ദിവസം എന്നോട് പറഞ്ഞു. കർത്താവിന്റെ സഭ, മണവാട്ടി സഭ പുറത്തു വരാൻ പോവാന്ന്. രണ്ടാമത് പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകാൻ പോവാ. മൂന്നാമത് പറഞ്ഞു, മാരകമായ രോഗത്താൽ. ലാസ്റ്റ് അത് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞത് ദൈവസഭയ്ക്ക് പീഡനം വരികയെന്ന്. പീഡനം. അത് കഴിഞ്ഞേച്ച് പറഞ്ഞു, അനേകര് ന്യായവിധിയിലേക്ക് പോകാൻ പോവാ. അത് ഈ തൊടുപുഴ ദേശം എന്നെ കാണിച്ചു തന്നിരുന്നു. അതിനകത്ത് എന്റെ അനീതിയുണ്ട്. അങ്ങനെ കാണിച്ചപ്പോ ഞാൻ കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞു. അവിടെ അന്നേരം JCBക്ക് ഇങ്ങനെ ശവം വലിച്ചു കൂട്ടുന്നതായിട്ടാണ് കാണിച്ചത്. അത് നടക്കാതിരിക്കാൻ വേണ്ടി ഉപസിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് 5ാമത് പറഞ്ഞു, നീ യേശുവിനെ ഉയർത്താൻ പറഞ്ഞു. അങ്ങനെ ഉയർത്തി ദൈവത്തിന്റെ വേല ചെയ്യുന്നു. അതുപോലെ കർത്താവ് ഓരോന്നും നമ്മളോട് പറഞ്ഞു തരുക. നമുക്ക് പറഞ്ഞു തരുമ്പോ നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർക്കത് കിട്ടാത്ത ശബ്ദം നമ്മളോട് പറഞ്ഞു. നമ്മൾ ഈ ഒന്നുമില്ലാത്ത ഈ പാവപ്പെട്ട എന്നോട് ആരും എന്ത് പറയാനോ. അപ്പൊ അങ്ങനെ നമ്മുടെ ദൈവത്തിനുണ്ടല്ലോ, നമ്മുടെ ദൈവത്തിന് ഒരു രാഷ്ട്രീയമോ ജാതിയോ മതോ അല്ല വർഗോ വർണ്ണതയോ പണ്ഡിതനോ പാമരനോ ഒന്നുമില്ല. യേശു എല്ലാവരെയും സ്നേഹിക്കും. ആദ്യഘട്ടത്തിലൊക്കെ ഓടി നടന്ന് സുവിശേഷം പറഞ്ഞ സമയത്തൊക്കെ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു RSSന്റെ ഒരു നേതാവുണ്ട്, നെല്ലിക്ക ശശിയാണ് ഇവിടുത്തെ ഇതിന്റെ എല്ലാ ആളാ, ഈ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ പുള്ളി ദേശത്തൊന്നുമില്ല. അപ്പൊ പുള്ളിയുടെ വീട് ഇവിടെ അടുത്താ. ഞാൻ പോയി അന്വേഷിച്ച് നടന്നു. ഒരു ദിവസം ഞാൻ കാര്യാലയത്തിൽ ചെന്നേച്ച് പറഞ്ഞു, ശശി വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ വേഗം ചെന്ന് കഴിഞ്ഞേച്ച് ചോദിച്ചു, ശശി വന്നിട്ടുണ്ട് ചാഞ്ചേച്ചിനെ. ഞാൻ ചെന്ന് കഴിഞ്ഞേച്ച് കാര്യാലയത്തിൽ ചെന്നപ്പോ അവര് 5-8 പേര് ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് ചോദിച്ചപ്പോ എന്നെ സംശയിച്ചു വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ശശിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്നെ സംശയിച്ചെന്ന് ചോദിച്ചു. ശശി, നിങ്ങളുടെ വീട്ടിലൊരു അനർത്ഥം വരുന്നു എന്ന് ദൈവം അറിയിച്ചു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. ഏത് അനർത്ഥം എന്ന് എനിക്കറിയത്തില്ല, എന്തോ വരുന്നു, വിഷയമുണ്ടെന്നു. അതിനെ ചേച്ചി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. വേഗം ഞാൻ ഈ ട്രാക്റ്റൊക്കെ എടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്ത് ഓഫീസിൽ ചെന്ന് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു, അവന് ശശിയോട് പറഞ്ഞു, അയ്യോ അത് ഒന്ന് കുളിച്ചേച്ച് വേണം കേട്ടോ അതെടുത്ത് വായിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുറമേ കുളിച്ചില്ലല്ലോ, അകം ഒന്ന് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പുറമേ കുളിച്ചില്ലേ, അകം ഒന്ന് കുളിച്ചാൽ മതി. ഇത് അങ്ങനെ കുളിച്ച് വൃത്തിയാക്കുന്നതല്ല, ഇത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനമാണ്. ഇത് ഹൃദയത്തിൽ വന്നാലോ. എന്റെ ഹൃദയത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയാവോ? രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു, നയനാരുണ്ടായിരുന്നു, ഗുരുദേവനുണ്ടായിരുന്നു, അതുപോലെ തന്നെ PN മണിക്ക് സാക്ഷാൽ ഇതിലൊക്കെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവരൊക്കെ എന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവരെയൊക്കെ ദൈവമായിട്ട് അംഗീകരിച്ചിരുന്നു.
എനിക്ക് യേശു ക്രിസ്തു എന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവരെല്ലാം പുറത്ത് ചാടേണ്ട വരുന്നു. ഇവരെല്ലാം പുറത്തു പോയി. ഇവരെയൊക്കെ പുറത്തു കളഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോ എന്റെ ഹൃദയത്തിലിരുന്ന എല്ലാ കുടിയിരിപ്പുകാരും ഇറങ്ങിപ്പോകുവാനും യഥാർത്ഥ പട്ടയക്കാരനുള്ളിൽ കയറുവാനും ഇടയാക്കി. ഹല്ലേലൂയ. യേശുവാണ് യഥാർത്ഥ പട്ടയക്കാരനെ, നമ്മുടെ ഉടമസ്ഥൻ, നമ്മുടെ കർത്താവാണ്, ഈ ഭൂമിയുടെ മുഴുവൻ ഉടമസ്ഥൻ. ഹല്ലേലൂയ. ഈ ജനത്തിന്റെ ഉടമസ്ഥൻ കർത്താവാണെന്ന് ഞാൻ വിശ്വസിച്ചു. അത് ഇന്ന് വരെയും കർത്താവ് നമ്മൾ നടത്തി. കർത്താവ് നമുക്ക് വേണ്ടി വലിയ ചെയ്യും. ഇനിയുള്ള കാലങ്ങൾ ഹല്ലേലൂയ വളരെ ഭയത്തോടെ ജീവിക്കേണ്ട ഒരു അവസ്ഥകളാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ കരം നമുക്ക് കൂടിയിരുന്നാൽ നമുക്ക് എന്ത് പ്രവൃത്തിയും ചെയ്യാം. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങൾ ദൈവദാസൻ പറയുന്നു. രാജാക്കാരനെ പറ്റി രാജ്യങ്ങൾ അറിയാൻ പോവുകയാണ്. അറിയാൻ പോവുക. ഈ രാജാക്കാട്ട് ഇങ്ങനെ ഒരു സഭയുണ്ടെന്നും ഇങ്ങനെ കുറച്ച് വ്യക്തികൾ കാത്തിരിക്കുന്നെന്നും ആർക്കും അറിയത്തില്ല. രാജാക്കാടിലേക്ക് ഈ രാജ്യങ്ങളിലേക്ക് ഇളക്കുന്ന ഒരു അഭിഷേകം ഈ സഭയ്ക്കകത്ത് ദൈവം പുറപ്പെടുവിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഈ 2-3 ആഴ്ച മുമ്പ് പറഞ്ഞു 25 തീരുന്നതിന് മുൻപ് ഇതിനകത്തൊരു ദൈവപ്രവൃത്തി കൊണ്ട് അപ്പൊ ഞങ്ങൾ 22, 23, 24 തീയതികളിൽ ഞങ്ങൾ ഉപവാസം ഇരിക്കുകയായിരുന്നു. ഉപവാസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ ദൈവമക്കളെ കൃപാവരങ്ങൾ അങ്ങ് നിറയ്ക്കുവാനിടയാക്കി. അഭിഷേകത്തെ നിറയ്ക്കാൻ പ്രവചിക്കണം. അപ്പൊ ഒരു അപ്പോസ്തല ശുശ്രൂഷ ഇവിടെ ദൈവം ചെയ്യാൻ പോവാണ്. അത് രാജാക്കാട് വേഗം തന്നെ ദൈവം ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ പ്രവൃത്തി കർത്താവ് തികച്ചെടുക്കും. ആരെല്ലാം എവിടെ ഇട്ട് ചങ്ങലയിട്ട് പൂട്ടിയാലും എവിടെയെല്ലാം തടഞ്ഞു വെച്ചാലും ഈ മാർഗക്കാരെ കൊന്നു കളഞ്ഞാലും ഒരെണ്ണത്തിനെ കൊന്ന 10 എഴുന്നേൽക്കും. ഹല്ലേലൂയ. സ്തോത്രം. അത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പുറപ്പെട്ടു പോകുവിന്നാണ് പറഞ്ഞേക്കാൻ ഞങ്ങളോട്. പുറപ്പെടാൻ ഞങ്ങൾ ഇതിനകത്തൊന്ന് പുറപ്പെടേണ്ട സമയങ്ങൾ കഴിഞ്ഞു. ദൈവദാസന്മാര് ഞങ്ങൾ കാത്തിരുന്ന് 22 കൊല്ലം അധ്വാനിച്ചതും ഓടിയതും വിതച്ചതും ഒക്കെ കൊയ്യുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. ആ കൊയ്ത്ത് കാലത്തിലേക്ക് ദൈവസഭയുടെ ഉണർവ് യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും കഴുകന്മാരെ പോലെ ഉയരങ്ങളിലേക്ക് പറന്ന് കയറുന്ന ഒരു സമയം വരാൻ പോവുക. ഇതിന് കാത്തിരിപ്പുണ്ട്. ഇതിന് കുറെ പേര് കാത്തിരിപ്പുണ്ട്. കുറെ പേര് കാക്കാതെ ഇരിപ്പുണ്ട്. കാക്കാതെ ഇരിക്കുന്നവരുടെ ന്യായവിധി വരാൻ പോവാ. കുറെ പേര് ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മറന്നുപോയല്ലോ വചനം. ഇടയന്മാർക്ക് അയ്യോ കഷ്ടം, എന്റെ ആടുകളെ നോക്കാതെ അവരെ ചിതറിച്ചു വിട്ട ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അതിനൊക്കെ പ്രതിഫലം കൊടുക്കണം. ഒരുപാട് നിന്ദകളും ഒരുപാട് തള്ളപ്പെടുന്നതും ചവിട്ടലുകളും അവിടെ എല്ലാം വേദനിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി കർത്താവിന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്തിരിക്കും. എന്നെ നിന്ദിച്ചവര് പരിഹസിച്ചവര് എന്നെ ഉപദ്രവിച്ചവരൊക്കെ പലരെ ഇവിടുന്ന് ദേശം എടുത്തു മാറ്റി. ഇനിയും മാറ്റും. ഞങ്ങൾക്ക് വേണ്ടി കുഴി കുടിച്ചവരുണ്ട്. ഇവരുടെ പ്രാർത്ഥന ഇവിടെ നടക്കരുത്, ഈ വീട് ഇവിടെ കാണരുത്, ഇവരുടെ വംശം ഇവിടെ കാണരുത് എന്ന് മന്ത്രവാദം ചെയ്ത് കളങ്ങൾ ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ച ഒരുക്കി വെച്ചത് അവന്റെ കുടുംബത്തെ നടക്കാൻ പോവുക. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അതെങ്ങനെയോ പറയണോ. ഈ കേട്ടിരിക്കുന്ന ദൈവ മക്കളോട് അല്ല ദൈവമക്കളോട് ജനത്തോട് ഞാൻ പറയാ, യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് അല്ലെങ്കിൽ അവന്റെ നാമത്തെ കൈക്കൊള്ളുന്ന ഏവനും ദൈവമക്കളാകുവാൻ അധികാരം തന്നിരിക്കുക. ചില അധികാരത്തിന്റെ ശുശ്രൂഷ, ചില അഭിഷേകത്തിന്റെ ശുശ്രൂഷ കർത്താവ് നമുക്ക് ചെയ്യാൻ പോവുക. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ ഇടയിലേക്ക് പ്രവാചന അയച്ചു. ഉണങ്ങിയ അസ്ഥികളെ താഴ്വരയിലേക്ക് ഇറക്കി പ്രവചിക്കാൻ പറഞ്ഞു. പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ ഉണങ്ങിയ അസ്ഥികളെ ബന്ധം വിട്ട് കിടക്കുന്നത്, ഉണങ്ങിക്കിടക്കുന്ന ചിതറിക്കിടക്കുന്നതിനെയല്ല ദൈവം കൂട്ടിച്ചേർക്കുന്ന ഒരു അവസ്ഥ വരാൻ പോവാ. കൂട്ടിച്ചേർത്ത് അതിനെല്ലാം അഭിഷേകം ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം എടുക്കും. എല്ലാവരും നശിപ്പിച്ച് കളയല്ല. എന്നാൽ ദൈവത്തിന്റെ വലിയ കോപം നാളുകളിൽ ദൈവജനത്തിന്മേൽ ആദ്യം വരാൻ പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൊടുത്തത് ദൈവം ഇച്ഛിച്ച ഒരു അവര് ദൈവം ചെയ്തത് പറഞ്ഞിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിട്ടില്ല.
ജനത്തെ നമുക്കൊരാൾക്കൊരു കൃപാവരം തന്നാൽ അത് നമ്മളെ കൂടിയുള്ള ഒരു മറ്റുള്ളവർ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനാണ്. മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാനാണ്. അല്ലാതെ അവരെ ആരെങ്കിലും നീ കള്ളു കുടിക്കുന്ന, അല്ല നീ ഇന്ന് ചെയ്യുന്ന, നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയുന്ന ഒരു ശുശ്രൂഷ നമുക്കില്ല. കർത്താവ് എങ്ങോട്ടാ ചെന്ന് കുരുടന്മാരുടെയും പാവപ്പെട്ടവരെയും ദരിദ്രരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്ന് ചോദിച്ചാലും പറഞ്ഞ പാപികളുടെ ഇടയ്ക്കേക്കാ കർത്താവ് കടന്നു ചെന്ന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ചെയ്ത് വേലയാണ് നമ്മൾ ചെയ്യേണ്ട ദൈവദാസനെ. അത് അന്യർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ കർത്താവ് ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹാശക്തി വെളിപ്പെടുന്ന ഒരു സമയം അടുത്തിരിക്കുക. ദൈവത്തിന്റെ സ്വന്തം 5 കാര്യങ്ങൾ പറഞ്ഞതിൽ മിക്കവാറും കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തോട് ഞങ്ങൾ നശിപ്പിച്ച് കളയില്ലേ, ഞങ്ങളുടെ സഹോദരങ്ങളാണേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികളാണേ, അവർ നശിച്ചു പോകരുതേ, ഒരു ആത്മാവ് പോലും നശിച്ചു പോകരുതെന്ന കർത്താവിന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഇടിവിൽ നിന്ന് കരയുമ്പോഴാണ് നമുക്ക് വേണ്ടി നേരെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്ന, അവളെ കൊന്ന് അവക്കടെ കുലവും നശിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാന്നും പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോരെ, വിടില്ല. വിട്ട് അവനെയൊക്കെ കർത്താവ് ഭസ്മമാക്കാൻ പോവുക. അനേകര് ഇപ്പൊ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ ദൈവശബ്ദം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പരസ്യമായി പറയാൻ പാടാത്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അത് പറയുന്നില്ല. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും നമുക്ക് പരീക്ഷന്റെ ആവട്ടെ. പക്ഷെ ഞാൻ ഇങ്ങനെ പറയുന്ന, കർത്താവ് ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് വെളിപ്പെടുത്തണം. അതിനുവേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം ആരാന്ന് വെളിപ്പെടണം. ഞങ്ങളെ ആരുടെ പേര് പ്രശസ്തി ഒന്നും വേണ്ട, ഞങ്ങൾ ഫ്ലെക്സിൽ പേര് വേണ്ട, ഞങ്ങളുടെ നോട്ടീസിൽ പേര് വേണ്ട, ഇതൊന്നും വേണ്ട. ഞങ്ങൾക്ക് സ്വർഗത്തിൽ പേരുണ്ട്, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലുണ്ട്. നമുക്ക് ഇവിടെ വേണ്ട, ഇവിടെ ഇല്ല. ഇവിടെ നിന്നെയും പരിഹാസം യേശു ക്രിസ്തു അനുഭവിച്ച ആ ഘട്ടത്തിൽ കൂടിയാണ് യഥാർത്ഥ ദൈവമക്കൾ കടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രഹാലി. അങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന നന്മയൊക്കെ ദൈവം തന്നുകൊണ്ടിരിക്കുന്ന നന്മയൊക്കെ തരും. എന്നാലും ദൈവത്തിന്റെ വേല തികയ്ക്കണം. എനിക്ക് ഇന്ന് യേശുപ്പച്ചൻ കടന്നു വന്നാൽ എനിക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ഒരു ദിവസം യേശുപ്പച്ച ദൈവദാസൻ അറിയണം, ഞാൻ ഈ കഴിഞ്ഞ ഇടയിൽ ഭയങ്കര വേദനയും പ്രയാസവും ഉണ്ടായി. ഞാൻ ഇടയ്ക്കൊക്കെ ജോലിക്ക് പോകുമായിരുന്നേ, കൂലിപ്പണിക്ക് പോകുമായിരുന്നേ. കൂലിപ്പണിക്ക് പോകുമ്പോൾ ഏലത്തോട്ടത്തിൽ ജോലി വെക്കുമ്പോൾ 2 സഹോദരിമാർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ കൂടെ പള്ളി വരുന്നത്. ഇവര് ഇങ്ങനെ പറയാം, ഒരാൾ വീണുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് കേട്ടോണ്ട് ഒരു സ്വർഗരാജന് പുറത്ത എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തുവാ എന്നെപ്പറ്റിയാണ് പറയുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു. ഞാനന്നേരം പറഞ്ഞു, അയ്യോ ദൈവം ലാലി, ഞാനാണോ പുറത്ത് പോയത്? എന്നാ എന്നെയും കൂടി ഒന്ന് കരം പിടിച്ച് അങ്ങോട്ടൊന്ന് കയറ്റണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞേച്ച് ഞാൻ കരഞ്ഞു. ഇവിടെ വന്നിരുന്നു കരഞ്ഞു പാസ്റ്ററെ, ഞാൻ കരഞ്ഞതോല്ല. അപ്പന് വേണ്ടി 22 വർഷം ഞാൻ അപ്പന് വേണ്ടി ഓടിയിട്ട് അപ്പൻ എന്നെ പുറത്ത് ചാടിച്ചു. അന്നേരം ഞാൻ കാണുക പകല് കാണുക ദേവദാസനെ 2 ദൂതന്മാര് വന്നു 2 കൈക്കലും പിടിച്ച് എന്നെ എടുത്തോണ്ട് പോകുന്ന ഒരു ഭാഗം ഞാൻ കാണും. നീ സമാധാനായി. ഞാൻ യേശുവിന് വേണ്ടി നിന്നിട്ടുണ്ട്. യേശുവിനെ തള്ളി പറഞ്ഞിട്ടില്ല. യേശുവിനെ എന്റെ രക്ഷയെ കുറ്റി പറയുമ്പോ ആർക്കും തർക്കിച്ചിട്ടില്ല. അവരോട് ദൈവത്തിന്റെ വചനം പറയും. എനിക്ക് വചനം തരും വചനത്തിൽ കൂടി എന്നെ യേശുപ്പച്ചന്റെ ഈ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് മറുപടി കിട്ടി. ആ മറുപടിയിൽ കൂടിയാ ഒരു ദൈവദാസന്മാരോ ദൈവമക്കളോ ഒരു സുവിശേഷോ രേഖകളൊന്നും വായിച്ചല്ല നമ്മൾ നേരിട്ടുള്ള വിളി. അപ്പൊ വിളി നേരിട്ടുള്ളതോട് അല്ലാതെ വിളിക്കുന്നതുകൊണ്ട് നേരിട്ടും തിരഞ്ഞെടുക്കുന്നുണ്ട്. വിളിയും തെരഞ്ഞെടുക്കുന്ന ആളുകൾ ഉറപ്പാക്കിക്കണം. ആരെ വിളിച്ചേക്കണേ, എന്തിനാ വിളിച്ചേക്കണേ, ഏത് ആവശ്യത്തിനാ വിളിച്ചേക്കണേ, ഈ ലോകത്തെല്ലാം വാരി കൂട്ടുവാനാണോ, അതെയോ കറുത്തു വേണ്ടി എതിരായിട്ട് നിൽക്കുവാനാണോ ദൈവം ഓരോരുത്തരും ജനിപ്പിച്ചിരിക്കുന്നത്? അതിന് ആ കർത്താവ് നമുക്ക് വേണ്ടി, ആ വലിയവനായ ദൈവം എനിക്ക് വേണ്ടി ചെയ്തതാ. എനിക്ക് പറയുള്ളൂ. ഞാൻ പാപത്തിൽ കിടന്നതായിരുന്നു, അന്ധകാരത്തിൽ കിടന്നതായിരുന്നു. അങ്ങോട്ട് പാപത്തിന് ആരോടും എതിർത്ത് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ എതിർപ്പുകളെല്ലാം നിന്ന് ശാന്തമായി എനിക്ക്
മറ്റുള്ളൊരു സുവിശേഷം പറയാൻ. സുവിശേഷം എനിക്ക് വേറൊന്നുമില്ല, സുവിശേഷം പറയണം. എവിടെ ചെന്നാലും എത്ര വലിയവന്റെ കൊട്ടാരത്തിലേക്ക് പോലും കയറിപ്പോയും മുഖ്യമന്ത്രി ഇവിടെ ഇറങ്ങി വന്നാലും ഞാൻ സുവിശേഷം പറയും. പോലീസ് SIയുടെ അടുത്ത് പോയി സുവിശേഷം പറയും. അങ്ങനെ സുവിശേഷം ഒരു ധൈര്യം എനിക്ക് കർത്താവ് തന്നിട്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകാം. നീ ശക്തി ഇല്ലാത്തവനത് പറയാൻ പറ്റില്ല ദേവദാസനെ, ആർക്കും പറയാൻ പറ്റില്ല. ശക്തി വേണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മൾ നടത്തുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്നത്. അനേകർക്ക് മാനസാന്തരത്തേക്ക് വഴിയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഈ രാജാക്കാട് പട്ടണത്തിൽ കർത്താവ് ദൈവത്തിന്റെ ദാസം കാണാൻ പോവുക. പേപ്പറുകളിലും പരസ്യങ്ങളും ചാനലുകളിലും കാണും ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന വൻ കാര്യങ്ങൾ. ദൈവ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അല്ല, വഴിയാ നടക്കുന്നവർക്ക് വേണ്ടിയല്ല, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ 22 വർഷമായി പട്ടണത്തിൽ കാത്തിരിക്കുക. അങ്ങനെ അനേക ദൈവമക്കളും ദൈവസഭയും കാത്തിരിപ്പുണ്ട്. അവരൊക്കെ നാളുകൾ പുറത്തു വരും. എല്ലാ മതിൽക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത അന്ത്യകാല ശുശ്രൂഷ, അഭിഷേകം, അത് അപ്പോസ്തലന്മാർ ചെയ്ത ശുശ്രൂഷ. ദൈവനോട് അപ്പോസ്തലന്മാർ ശുശ്രൂഷ. ഇന്ന് ഒരു ഭൂതത്തെ ഇറക്കണി അവരെ കാലെ പിടിച്ച് കറക്കി, കയ്യെ പിടിച്ച് കറക്കി, അത് വേണ്ട, ഇനി ചെല്ലുന്ന നമ്മൾക്ക് അഭിഷേകം തന്ന് ചെന്ന് നിൽക്കുമ്പോൾ ഒരു വചനം അങ്ങ് പറഞ്ഞാൽ മതി, ഭൂതം വിട്ടുപോയിക്കോളും. പ്രാർത്ഥിച്ചാൽ മതി, ഭൂതം വിട്ടുപോയിക്കോളും. അതല്ല നമുക്ക് വലിയ കാര്യം. ഈ ഭൂതം വിട്ടുപോകുന്നതും രോഗികൾ സൗഖ്യമാകുന്നതും അല്ല. നമ്മുടെ സ്വർഗത്തിൽ ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഒരു കൂട്ടം സഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറച്ച മണവാട്ടി സഭ പുറത്തു വരാൻ പോകും. മണവാട്ടി സഭ കർത്താവ് പുറത്തു കൊണ്ടുവന്ന് അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത്, ഇന്ന് നമ്മൾ വർഷങ്ങളായിരിക്കും പാരമ്പര്യത്തിൽ കിടക്കുന്നവരാണെങ്കിൽ ഇന്ന് വരുന്നവരെയും ദൈവം അഭിഷേകം ചെയ്യും. അതിനുവേണ്ടി കർത്താവ് ചെയ്തു. ഇത്രയും സമയം ഈ രമ TV വന്ന് ദാനിയേൽ സാറിനെ കാണുവാനും പണ്ട് എൻ്റെ ഹൃദയത്തിൽ തോന്നി ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പറയാൻ ഒരവസരം ഒരുക്കുമോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് സാറിനെ കാണാനും രാജൻ പാസ്റ്റർ മുഖാന്തരം അത് ഇവിടെ കടന്നു വരുവാനും ചെയ്ത ദൈവത്തിന്റെ സമയത്ത് അതെല്ലാം ചെയ്തു തന്നു. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എൻ്റെ സാറിന്റെ പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ തലമുറകളൊക്കെ എല്ലാവരും ശുശ്രൂഷകന്മാരായി തീരണം. ദൈവകാലത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി തീരേണ്ടെന്ന് രമ TVയുടെ പ്രാർത്ഥന, ദൈവദാസനും പ്രാർത്ഥന ചോദിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദാനിയേൽ പാസ്റ്റർക്കും ഇതിന് അവസരം ഒരുക്കിയ രാജൻ സമൂഹലിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പരിശുദ്ധനായ ദൈവം നല്ല പിതാവെ, നല്ല സമയത്തിന് ആസ്വദിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഇനി ഒരുക്കി തന്നല്ലോ കർത്താവേ. അതിനുവേണ്ടി കർത്താവെ എത്രത്തോളം ചെയ്ത ദൈവത്തോട് ആദ്യമായി നന്ദി പറയുന്നു. കർത്താവ് ആഗ്രഹിച്ച നിലവുകളെയും ചിന്തകളെയും രൂപങ്ങളെയും ഭാവങ്ങളെയും അറിയുന്ന ദൈവം, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, അത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. കർത്താവെ സ്തോത്രം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ ടീമിനെ കർത്താവ് പ്രവർത്തന മേഖലയിലേക്ക് അധികമായി അനേകരുടെ സാക്ഷ്യങ്ങൾ പെരുന്നാളിലൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും കർത്താവ് ഇനിയും അനേക രീതി സാക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാറിനെ കർത്താവ് അനുഗ്രഹിക്കണം. ഇതൊരു ഹാലേലൂയ, ദൈവത്തിന്റെ ഇവിടെ പ്രവർത്തിക്കണം. ഇത്ര സമയം തന്നല്ലോ, എന്നെ തന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ വചനത്തിനൊരു മാറ്റമില്ലാത്ത വചനം നാളെ കർത്താവ് ചെയ്തെടുക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സന്നിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടനായി തന്നെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.